അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കിങ്ങനെ മരിച്ചവർ ഉയർക്കേണ്ട അതിനെക്കുറിച്ച് സംസാരിക്കാനും അതൊക്കെ ഉയർപ്പിക്കേണ്ട ടു മച്ച് ആണെന്ന് ചോദിക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് സിജോനെ കണ്ടത്. സിജോനോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, സിജോ എന്ന് പറയുമ്പോൾ എനിക്ക് അറിയണ്ട വിവരമാകുമ്പോൾ എന്തറിയാം, നിങ്ങൾ അന്ന് തൊട്ട് മനസ്സിലാക്കി തരണ രീതിയിലേക്ക് മനസ്സിലറിയാത്തതും അതൊക്കെ ചോദിക്കേണ്ട കാര്യം. വേറെ നിങ്ങൾ ചട്ടിച്ചോറ് കഴിക്കാൻ പോകണം, അതിന് നമ്പർ മേടിക്കാൻ പോകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ വല്ല സംസാരിക്കാതിരിക്കാനാണ് അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. വേറെ എല്ലാവരും കക്കോൾഡ് അങ്ങനെ ചെയ്യണം, വേറെ എല്ലാവരും ചിലതിൻ്റെ പോലെ തടിയന്മാരെയൊന്നും ആവശ്യമില്ലല്ലോ. സിജോനെ ഞാൻ ചോദിച്ചല്ലോ, മീൻകാരൻ ജോയിയുടെ മോനാന്ന് ഞാൻ ചോദിച്ചല്ലോ. 25-15 വർഷമായില്ലേ കണ്ടിട്ട്, 15-25 വർഷമായില്ലോ, 30 വർഷമായില്ലോ. എന്നിട്ടും ഞാൻ ആരും പറയിപ്പിക്കാണ്ട് ചോദിച്ചല്ലോ. അതുപോലെ സംസാരിക്കാൻ പഠിക്കും, അതുപോലെ ചോദിക്കാൻ പഠിക്കും. അറിയണ്ടെങ്കിൽ അത് പറയിപ്പിച്ച് പറയുന്നതല്ല. മീൻ ബിസിനസ് നടത്താൻ ഞങ്ങളുടെ മോനെല്ലാം ചോദിച്ചിരിക്കണ പകരം പണ്ട് പറഞ്ഞ് കേട്ട് കേൾവി അവന് പറഞ്ഞു. പണ്ട് ആരും ഇവിടെ വഴിയിൽ ഞങ്ങളുടെ വഴി കൂടെ അതോടെ മെയിൻ റോഡിൽ കൂടെ നടക്കുമ്പോൾ വേറെ സുമുഖമാൻ മോഡൽ പോലത്തെ വെളുത്ത ചെക്കൻ ബൈക്കിൽ പോകണത് കണ്ടേ. അപ്പോൾ ഞാനത് മീൻകാരൻ ചോദിക്കാൻ വിചാരിച്ചു. പിന്നെ ക്രിസ്മസ് ട്രീ ആഘോഷത്തിനൊക്കെ വേറെ പള്ളിയുടെ മുന്നിൽ കണ്ടപ്പോൾ വേറെ എല്ലാവരും നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്, നിങ്ങൾ മുഖത്തേക്ക് സംസാരിക്കണല്ലേ, നിങ്ങളതിൻ്റെ മുഖത്തേക്ക് സംസാരിക്കാത്ത ഞാൻ എന്താ ചെയ്യാണ്, ബാക്കിയുള്ളവരോടോ അനിയന്മാരോടൊക്കെ സംസാരിക്കണല്ലോ, അതുപോലെ മുഖത്തേക്ക് സംസാരിക്കുകയും. അപ്പോൾ ഞാൻ പുറമേ നിന്ന് വരുന്നതൊക്കെ പറഞ്ഞു. അപ്പോൾ മീൻകാരൻ ജോയിയുടെ മോനാണോ എനിക്കറിയില്ല എന്ന് നിങ്ങളതിൻ്റെ മുഖത്തേക്ക് സംസാരിക്കാണ്ട് വേറെ വല്ല ചെക്കനെ കണ്ടത്, അത് മുഖം മാറിയില്ലോ എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളവിടെ കളിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി ക്രിക്കറ്റ് കളി കളിക്കാൻ എവിടെയും പണ്ട് എപ്പോഴും ചെറുപ്പത്തിൽ എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അതായിരിക്കും വിചാരിച്ചു. ഞാൻ കോളേജിൽ പോയപ്പോൾ ചേട്ടൻ ബാംഗ്ലൂർ ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ജോലിക്ക് പോയി, അത് ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലമാണ്. അത് വന്ന് ഫോൺ ഇങ്ങനെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചത്, അങ്ങനെ കൂടെ പഠിച്ചതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിളിച്ചത് എനിക്ക് കുണ്ടംകളി കളിച്ച് വന്നു, അതൊന്നും ഞാൻ ചോദിക്കാനൊന്നുമില്ലല്ലോ, എനിക്കങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം കൂടിയില്ല. അപ്പോൾ നിങ്ങൾ ഞാൻ നോക്കി, ഡെനിസിൻ്റെ ചേട്ടനാണ് ചോദിക്കേണ്ട കാര്യമില്ല, പേര് അറിയണ്ടെങ്കിൽ അന്ന് തൊട്ട് അറിയേണ്ട ഹാരിസ് അല്ലേ എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ. ഡെന്നിസിൻ്റെ ചേട്ടനല്ല, അനിയനാണോ, മറ്റേതാണോ, മൂത്തതാണോ, ചെറുതാണോ, ചേട്ടനാണോ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പാപ്പനാണോ, ഡെന്നിസിൻ്റെ അപ്പാപ്പനാണോ ചോദിക്കേണ്ട കാര്യം എന്താ. പണ്ട് എൻ്റെ കോളേജിന് അടുത്തുള്ളവരൊക്കെ ഡെന്നിസ് എൻ്റെ ബാക്കിയുള്ളവർക്ക് കസിൻ ബ്രദേഴ്സ് ഉള്ളതെന്ന് പറയാറ്. സെബിൻ്റെ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞാലോ, അയാൾ ഡെന്നിസിൻ്റെ ചേട്ടനല്ല വേറെ വല്ല എൻ്റെ ചേട്ടനാണോ എന്ന് ചോദിച്ച് പറഞ്ഞാലോ, ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോലുമല്ലോ മറ്റേ റപ്പായിയുടെ മറ്റേ റാഫായിലെ മറ്റവൻ്റെ തന്തയുടെ മോനാണെന്ന് ഞാൻ ചോദിച്ചൊന്നുമില്ലല്ലോ. കറക്റ്റ് സമയത്തേക്ക് നല്ല ഓർമ്മയുണ്ട്, നല്ല അസേർട്ടീവായിട്ട് നല്ല പക്വതയിലാണ് ഇരിക്കണം, നല്ല ഓർമ്മശക്തി ഉണ്ട് എനിക്ക്, നല്ല അന്നേരത്തെ തൊട്ട് അലേർട്ട്നെസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ പറയിപ്പിച്ചില്ലല്ലോ, നിങ്ങൾ പറയിപ്പിക്കാണ്ട് അതിന് പറയിപ്പിച്ചില്ലല്ലോ, ആ രീതിയിൽ നിങ്ങൾ ചോദിക്കാൻ അറിയില്ലേ. അപ്പോൾ നിങ്ങൾ അനിയനാണോ മറിച്ചതാണ് ഞാൻ നിങ്ങളോട്. ബില്ലിജോ അനിയനുണ്ട്, ബില്ലിജോയുടെ ചേട്ടനല്ലേ സിജോ എന്ന് പേര് അറിയാട്ടോ, ആണോ സിജോ അല്ലേ, ആണോ അനിയനാണോ ചേട്ടനാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും. അപ്പോൾ ചിലവർ ചോദിക്കായിരിക്കും ഗ്ലോറി ആൻറ്റി അല്ലെങ്കിൽ ചോദിക്കാണ്ട് ഡെന്നിസിൻ്റെ അമ്മയല്ല, ഹാരിസിൻ്റെ അമ്മയല്ലേ, അല്ലെങ്കിൽ വേറെ അവൻ്റെ ക്ലാസ്സിൽ കഴിയുമ്പോൾ ഹാരിസിൻ്റെ അനിയനല്ലേ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. ഡെന്നിസ് അല്ല, അങ്ങനെ എങ്ങനെ ഡെന്നിസ് അങ്ങനെ എന്ത് പറയണമെന്ന് അങ്ങനെ എനിക്ക് ചോദിക്കുക. പക്ഷേ ഞാൻ പറയാനുള്ളത് പറയും. എങ്ങനെയാണ് ചോദിക്കുക, ഹാരിസ് അല്ലേ ഡെന്നിസ് എന്ത് പറയണോ അങ്ങനെ ചോദിച്ചാൽ മതി. അവിടെ പറയിപ്പിച്ച് പറയണതിൽ വല്ല അർത്ഥമുണ്ട്. അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണം. അതുകൊണ്ട് 20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ സിജോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മീൻകാരൻ ജോയിയുടെ മോനാണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഉള്ള കാര്യം പറയണത്, പിന്നെ മൂത്തവൻ്റെ സ്ഥാനമാണെങ്കിൽ മൂത്തനായിട്ട് കാണിക്കലാണ്ട്, അതുപോലെ ചോദിക്കാറുണ്ട്. വേറെ എല്ലാവരുടെ ആണോ, അതവരുടെ ആണോ, മറ്റേതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു കാര്യത്തിൽ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഒരു കാര്യം ഉയർത്തി കാര്യങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് കുറേ നാൾ കഴിഞ്ഞ് കാണാൻ ഞാൻ മനസ്സിലായാലും അത് ചോദിക്കാൻ പോകില്ല. പക്ഷേ നിങ്ങൾ അപ്പോഴേക്കും പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഒന്നും നമ്പർ മേടിക്കാനൊന്നുമില്ല. വീട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങൾ രാവിലെ ബെല്ല് ഓഫ് ചെയ്തിട്ടൊക്കെയാണ്, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ എൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ട കാര്യത്തിൽ നിൽക്കാൻ, ഉയർന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഞാനും ഡെന്നീസും ഇപ്പോൾ കോളേജിൽ ഇപ്പോൾ 15, 20, 25, 22 വർഷമായിട്ട് ഡെന്നീസും ആ ഭാഗത്തേക്ക് വന്നിട്ടില്ലേ. പെന്തക്കോസ്തായി ഞാനും അങ്ങോട്ട് വന്നിട്ടില്ലേ. അപ്പോൾ ശരിക്കുള്ള വെടി റോമൻ കാത്തലിക് എന്താണെന്ന് അറിയാം, അതുകൊണ്ട് മാറി. ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ 2888 8 × 3 24 +2 26 അതിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയണ്ടെങ്കിൽ സരി ഷാറുഖ് ഖാൻ്റെ കയ്യിൽ മധുമാസം അണയാറുണ്ടല്ലോ. അതുപോലത്തെ നിങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ചെയ്യാനായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ ആ ടൈപ്പിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഡെന്നിസിൻ എനിക്കറിയില്ല. ഡെന്നിസിൻ്റെ കസിൻ ബ്രദറാണ് ഞാൻ. സെബിൻ്റെ ചേട്ടനാന്ന് പറഞ്ഞാൽ വേറെ ചേട്ടൻ നിനക്ക് അറിയണം പോലെ പേര് വിളിച്ച് അറിയേണ്ട പേര് ചൊല്ലി സംസാരിക്കുക. ഇപ്പോൾ ഹാരി മറ്റ് സേജൽക്കാണ് കേരെ ഹാരി
രാവിലെ സ്വരമുറങ്ങുന്ന രാവിലെ വരി മറന്ന പല്ലവി. അതുപോലെ സരസസുന്ദരി മണി അലസമായി ഉറങ്ങി ഗോവണി താഴത്ത് വന്നേ കടിഞ്ഞൂൽ കനവോടെ നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നേ നാവിന് കൂട്ടിരുന്നേ. അതൊക്കെ സാവന്മേ ആജത്തോ മുസ്കോബി കോത്തിയ പാരുപാലേ പാരിലേക്ക് നാരി ചരീരെ മേഘ. അതൊക്കെ കുറിച്ച് വയ്ക്കുന്നതെല്ലാം റിസനും ഇപ്പം അതൊക്കെ പറയുന്നത് ഡെന്നിസായിട്ട് ഇവിടെ ഒരു ബന്ധമില്ല. ഫേമസ് ആണ് ഡെന്നിസും അവിടെ അടക്കം വന്നു തന്നെ വലിയ ഡെന്നിസ് ആ രീതിയിൽ വരുന്നതാണ്. ഓഗസ്റ്റ് 2, 1988 ജീവനുള്ള ദൈവത്തിൻ്റെ സമയമാണ്. 12/12/90 ദൈവത്തിൻ്റെ സിന്നായിട്ട് സാമ്യതയില്ല. 12/12 രജനീകാന്തിൻ്റെ ഒരു വിഗും വെച്ചിട്ട് മേക്കപ്പ് എന്തൊക്കെ മേക്കപ്പ് ഇടുണ്ടാവോ അത് കറുത്ത ഒരു ഒത്തിരി എൻ്റെ അത്ര ഉയരമില്ല. ഷോൾഡർ കൈ അത്ര ഉയരം ഉണ്ടാവുള്ളൂ. 12/12 ജനിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വിഡിത്തങ്ങളുണ്ട്. കുറേ 13/1 അല്ലെങ്കിൽ 9th April 1947 1950 1960 1965 1969 ജനിച്ചതൊന്നല്ലല്ലോ അത്. 1950 1955. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ ജനിച്ചത്. പഴയ ഒരു ഇത് അനുകരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പുതിയതിലേക്ക് പുതിയത് നോക്കണം. അതുകൊണ്ട് ഡെന്നിസ് ജനിച്ചിട്ടില്ലെങ്കിലോ ഡെന്നിസിന് മെനിഞ്ചൈറ്റിസായിട്ട് തല കറങ്ങണ രീതി പല ഇതുണ്ടാവും. ഞാനൊരു പെർഫെക്റ്റായിട്ട് ജനിച്ചത് 2888 ഹാരിസിൻ്റെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഹാരിസാന്ന് ചോദിച്ചാൽ ഹാരിസ് അല്ലെങ്കിൽ ചോദിച്ചാൽ വേറെ ഒന്നും പറയില്ലായിരിക്കാം. കക്കോൾഡ് തിരഞ്ഞെടുക്കണം വേറെ എല്ലാവരും ഇപ്പോഴത്തുള്ള തിരഞ്ഞെടുത്ത പോരെ അല്ലാണ്ട് വല്ല കുടിച്ച് നടക്കണമല്ല കല്യാണം കഴിച്ച് കുട്ടികളായവരെ തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലത്തെ തന്നെ വല്ല ചട്ടിച്ചോറ് കഴിക്കണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോകണമെങ്കിൽ വേറെ എല്ലാവരും ഫ്രണ്ടിൻ്റെ കൂടെ പോയാൽ മതി. നിങ്ങളതിന് വേണമെന്നില്ല. ഡെന്നിസിനേന്ന് കുറച്ച് മൂപ്പ് ഞങ്ങളുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ ഡെന്നിസിനേക്കാളും 4 വയസ്സ് മൂപ്പുള്ള ഒരാളെ ബൈക്കിൽ പോകണമെന്ന് കണ്ടത് അന്ന്. അപ്പോൾ ഞാൻ അതായിരിക്കും സ്വിച്ചോന്ന് വിചാരിച്ചു വെളുത്തിട്ട്. അപ്പോൾ നിങ്ങൾ മുന്നിൽ വരുമ്പോൾ വർത്താനം പറയാത്തപ്പോൾ ക്രിസ്മസ് ട്രീ സെലിബ്രേഷൻ എനിക്കൊന്നും അറിയില്ല നിങ്ങളാരാന്നൊന്നും. നിങ്ങളെൻ്റെ മുഖത്തേക്ക് സംസാരിക്കണം. അനിയന്മാരോട് അവരോടൊക്കെ സംസാരിക്കണ പോലെ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കുക. അതുകൊണ്ട് വളവുകൾ സംസാരിക്കുന്നതല്ല. അതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. അത് റിസ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ പറയുമ്പോൾ അത് മേൽ പദവിയിൽ നിൽക്കുന്ന എൻ്റെ തന്നെ നിൽക്കണേ. അപ്പോൾ മൂത്തവനാണെങ്കിൽ ആ രീതിയിൽ എൻ്റെ മുഖത്തേക്ക് സംസാരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ട്രൂ കോളറിൽ ഹിഡൻ ആക്കി വെച്ച് കാണിക്കാതിരുന്നാൽ എനിക്ക് നിങ്ങളെ വാട്സാപ്പിൽ അയക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങളോട് നമ്പർ ചോദിച്ചിട്ട് എനിക്ക് ഈ കാര്യം സംസാരിച്ചോടെ. അതിന് വേറെ ഒന്നും നിങ്ങളെ വിളിച്ചും ഒന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് നിങ്ങളോട് അത്ര വലിയ വേറെ രീതിയിൽ തോന്നണില്ലേ. നിങ്ങളെന്തെങ്കിലും അനിയന്മാരോടുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നണില്ലേ. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പുറമേ നിന്ന് വരുന്നതാണ് ഗോവ. അവിടുത്തെ സിനിമകളൊന്നും അധികമില്ല. അന്ന് ഇവിടെ ഹിന്ദിക്കാരും 1988 തൊട്ട് 97 വരെ അല്ലെങ്കിൽ 2005 വരെ ഹിന്ദിക്കാരൊന്നുമില്ല. വേൾഡ് ട്രേഡ് സെൻറ്റർ പോയിട്ട് മറ്റേ ജീൻസ് എന്ന് പറയുന്ന സിനിമയിലത്തെ ഐശ്വര്യയുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണിച്ച് എന്നൊക്കെയുള്ള പാട്ടിൽ അത് മധ്യപ്രദേശിൽ പേരിന് ജനിച്ച് രാവിലെയും വൈകിട്ടും 3 ദിവസം 6 മാസം തികഞ്ഞ് നിർബന്ധിപ്പിച്ച് വെണ്ടൂർ അവിടെ കൊടുക്കണം. അവിടെ നിന്ന് മാമോദിസ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഡെന്നിസ് ഇവിടെ വടുക്കര ജനിച്ച് ഗോവയിൽ 3.5 വർഷം ഉണ്ടായിരുന്നു കഷ്ടിച്ച്. അതുകൊണ്ട് ഞാനാണ് ഗോവയിൽ നിന്ന് വരുന്നത് പുറമേ നിന്ന് വരുന്നതും. ജോസ് കോനിക്കാടൻ്റെ മോൻ എന്ന് പറയുന്നതും എനിക്കിഷ്ടം. അവിടെ വേറെ വല്ല അനിയനാണോ ചേട്ടനാണോ മൂത്തതാണോ ചെറുതാണോ എന്നല്ല. അപ്പോൾ അങ്ങനെയൊക്കെ സാധാ രീതിയിൽ ചോദിക്കുക. ഉള്ള പോലെ ഉള്ള കാര്യങ്ങൾ ചോദിക്കുക. ഗോവയിലത്തെ കാര്യമാണെങ്കിൽ ഗോവയിലത്തെ പാർട്ടി ലൈഫും അവിടെ അവിടെ ബ്രിട്ടീഷുകാരൊന്നും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. 7th സെഞ്ചുറി മുമ്പും എന്നുവെച്ചാൽ പോർച്ചുഗീസ് കോളനിയാണ്. പോർച്ചുഗീസ് ലെവലിൽ അവിടെ ഹിന്ദി ആരും പറയിപ്പിക്കണല്ലേ. ഇവിടെ ഹിന്ദിക്കാർ നാട്ടിലൊന്നുമില്ല. 1997 വരെ ഡയാന മരിച്ച സമയത്ത് ഹാരി വില്യംസിൻ്റെ അമ്മ ഡയാന ഇംഗ്ലണ്ടിൽ മരിക്കുമ്പോഴും അവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കണേ. പോർച്ചുഗീസ് വേർഡ്സും അത് പോർച്ചുഗലിൽ ആരും ഇംഗ്ലീഷുകാരും അങ്ങോട്ട് പോകണില്ല. ഇംഗ്ലീഷ് അവർ സംസാരിക്കണല്ലേ. അതാണ് മാർക്ക് കുറവ്. അപ്പോൾ 52 അവർ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച് ഇവിടെ ജനിച്ചത് വടുക്കര അടുത്ത ചിയാരം വെണ്ടൂർ അവിടെ കിടക്കണം. മാരോട്ടിച്ചാലും അവിടെ കിടക്കണം. അപ്പോൾ ഈ അവിടെ വെണ്ടൂർ ജനിക്കാൻ വടുക്കര ചിയാരത്തിനടുത്ത് GM ഹോസ്പിറ്റലിൽ ജനിച്ച് പറവട്ടാനി ഇവിടെ തന്നെ 7th അടുത്ത് ചിയാരം നടക്കണു. അപ്പോൾ ഹാരിസ് എന്ന് പറഞ്ഞാൽ ഹാരിസ് അല്ല ചോദിച്ചൊന്നും ഞാൻ പറയില്ലായിരിക്കാം. ഡെന്നിസിൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. അതിൽ നിങ്ങൾ പേര് അറിയേണ്ടൊക്കെ പേര് ചൊല്ലി സംസാരിക്കുക. പറയിപ്പിച്ച് പറയുന്നതല്ല. ഞാൻ ഡയറക്റ്റ്ലി ചോദിച്ചില്ലേ സിജോ മീൻകാരൻ ചെയ്യുടെ മോനല്ലേന്ന്. ഇവിടെ ആരും എന്നോട് പറയിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന തെറ്റിദ്ധാരണ എന്നോട് ആരും പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറയുടെ കണക്ഷൻ തരണല്ലേ. അവരൊക്കെ ക്യാമറയുടെ കണക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചിയാരത്തിനടുത്ത് കിടക്കണവരായിട്ട് എനിക്ക് വന്നിട്ട് ചിയാരപ്പൂർ ഇസ്രായേൽ ഞാൻ ജനിച്ച് വളർന്നതല്ലോ. 9 വർഷം അവിടെയാണ്. ഞാൻ ഡെന്നിസ് 3.5 വർഷം അവിടെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ജനിച്ചിട്ട്. ഞാനൊരു 9 വർഷം ഉദരത്തിൽ കിടന്ന ഒരു 7.5 വർഷം 9 വർഷം കൊണ്ട് 10-11 വർഷം കൂട്ടാം. 10 വയസ്സിലൂടെ വാക്സിനേഷൻ എടുക്കുമ്പോഴും ഹെപ്പറ്റൈറ്റിസ് അശ്വിനി ഹോസ്പിറ്റലിൽ അതിന് മുമ്പുള്ള കാര്യങ്ങൾ അങ്ങനെ വരണേ.
അപ്പോൾ അവിടുത്തെ ഒരു പാർട്ടി ലൈഫും ഷിപ്പ് പോർട്ട് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഇന്ത്യ ആയിട്ട് ബന്ധമല്ല. ഇവിടെ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സിനെ കുറിച്ച് പറയാനുള്ളത്, ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയണം. ഇംഗ്ലീഷായിട്ട് സംസാരിക്കുന്നതും ഹിന്ദി പറയിപ്പിക്കണില്ല എന്നുള്ളതും ചെറുപ്പത്തിലോട്ട് നിങ്ങളവിടെ 2 ദിവസത്തേക്ക് പോണ പോലെയല്ല. മാരോട്ടിച്ചാല് അല്ലെങ്കിൽ എവിടെയെങ്കിലും വടുക്കരയിലോ അല്ലെങ്കിൽ ഇവിടെ കുരേശ്വര ചിയാരം എവിടെയെങ്കിലും മാരോട്ടിച്ചാല് എന്നിട്ടാണ് പേരിന് മാമോദിസ ചെയ്യണം നിർബന്ധിച്ച് പേരിന് ജനിക്കണോ ബിലായിൽ MP മധ്യപ്രദേശിൽ. അതാണ്ട് നിങ്ങളുടെ പോലെ മാരോട്ടിച്ചാല് ചടഞ്ഞു കൂട്ടി പുറമേ ഒന്നും കാണാണ്ട് മാരോട്ടിച്ചാല് വെട്ടുകാട് അല്ലെങ്കിൽ മായാമംഗലം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനിച്ച് വളർന്നു, അല്ലെങ്കിൽ ജനിച്ച് വളരാൻ പറഞ്ഞിട്ട് നിരങ്ങി നീക്കുക, കള്ള് കുടിച്ചിട്ടൊക്കെ കുടിച്ച് വൈറ്റ് മുണ്ട് വൈറ്റ് ഷർട്ട് ഇട്ട് വളർന്ന ഒരു തരം മാനാമംഗലം മാരൊട്ടിച്ചാല് വെട്ടുകാട് അല്ലെങ്കിൽ എവിടെയെങ്കിലും അവിടെ ഒരു പീച്ചിയിൽ ജനിച്ച് അവിടെ കിടക്കണം. അതവിടെ ജനിച്ച് നിരങ്ങി നീങ്ങണ പോലെയല്ലോ. കുടിച്ചിട്ടൊക്കെ അടിച്ച് 35-25 വയസ്സ് വരെ കള്ളും കുടിച്ചിട്ടൊക്കെ അടിച്ച് ഛർദ്ദിച്ച് കുറേ പേരുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഗോവ കാണാൻ പോണ പോലെയല്ലോ. അന്ന് പണ്ടത്തെ 1947 തൊട്ട് 1987 വരെ ആരും വന്ന് കൊങ്കൺ ട്രെയിനിൽ ഇറങ്ങിയിട്ടില്ല, ആരും അങ്ങോട്ട് ഗോവയ്ക്ക് പോയി ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത് ഫ്രീ ട്രെയിനിൽ യാത്ര ചെയ്യണം അതൊക്കെ. അപ്പോൾ അല്ലാണ്ട് അവർ 2 ദിവസത്തേക്ക് പോയി ഹിന്ദി മനസ്സിലാക്കാൻ ഹിന്ദി പറഞ്ഞിട്ടുണ്ടോ? അവർ ശരിക്കുള്ള ഹിന്ദിയല്ല പറയണത്, പോർച്ചുഗീസും ഇംഗ്ലീഷ് ലെറ്റേഴ്സും കലർന്നിട്ടുള്ള ലാംഗ്വേജാണ് വരുന്നത്. മനസ്സിലായ? അങ്ങനെ അത് കൊങ്കണി എന്ന് പറഞ്ഞാൽ മറാഠിയിലൂടെ പോർച്ചുഗീസ് വരണു. ഇപ്പം ഞങ്ങൾ പറയും മുംബൈയും പഞ്ചാബും ബീഹാറും ഒറീസയൊക്കെയാണ് ഗോവ എന്ന്. അങ്ങനെ ആവില്ല. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലൊക്കെ നിറച്ച് പോർച്ചുഗീസുകാർ വേണ്ടേ. യഹൂദിയരെ ഓടിപ്പിക്കാൻ നിൽക്കണം. യഹൂദിയർ ഞങ്ങളൊന്നുകൂടി തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ജയിലിടാൻ പോയിട്ടില്ല. സ്പൈസ് ട്രേഡിങ്ങിന് വന്ന് ജീൻസും മൾട്ടിപ്ലൈ വെളുത്തവരും ഉയരത്തിലൊക്കെ ഇവിടെ ജനിക്കണ ഒരു 1st സെഞ്ച്വറി തൊട്ട് 15th സെഞ്ച്വറി വരെ. അതൊക്കെ അവർ കാരണമാണ്. അവരോട് താങ്ക്ഫുൾ ആയിരിക്കണം. അവരോട് ഓടിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കറുത്തവർ, നിങ്ങൾ മലയാളികളാണ് വിചാരിച്ചിട്ട് അത് ജീൻസ് കലർന്ന് ലിങ്കായിട്ട് വരുന്നതാണ്. ഇസ്രായേൽക്കാർ ഇവിടെ സ്പൈസ് ട്രേഡിങ്ങിന് വരുന്നത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് എല്ലാവരും ജയിലിലിട്ട് ഓടിപ്പിച്ചു. അതുപോലെയല്ല. അത് ഇംഗ്ലീഷ് വന്നിട്ടാണ് ജൂയിഷ് എന്നൊക്കെ പേരിടുന്നത്. യഹൂദിയർ തന്നെയാണ്. അത് നസ്രാണി, യാക്കോബ് എന്നൊക്കെ പറയുന്നത്. ജാക്കോബൈറ്റ്സും റോമൻ കാത്തലിക്സും ചെയ്യണ തെറ്റ്, മലങ്കര സീറോ മലബാർ ചെയ്യണ വിപരീതം, ബൈബിളിനെതിരെ വിപരീതം ചെയ്യണ പോലെയല്ല അത്. രണ്ട് മാരൊട്ടിച്ചാലും പറഞ്ഞതായിരിക്കും നീ ഹിന്ദി പറയിപ്പിക്കണ പോലെയല്ല. അപ്പോൾ നിങ്ങളത് മുംബൈയാണ് ഗോവ, പഞ്ചാബാണ് ഗോവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗോവയിൽ അവരുടെ ലാംഗ്വേജിൽ പോർച്ചുഗീസും അവരുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സും കൊങ്കണി ലാംഗ്വേജിലും ഒരു സിനിമകൾ ഇറങ്ങണല്ലേ. ഇസ്രായേൽ അങ്ങനെ പോലെ അപ്പോൾ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ ആ ടൈപ്പിലൊക്കെയാണ് കാര്യങ്ങൾ വരണത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പറഞ്ഞ് കേട്ടാലും കുഴപ്പമില്ല. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും. അല്ലാണ്ട് ഹിന്ദി ആരും എന്നോട് അന്ന് പറയണില്ലല്ലോ ഗോവയിലാരും. ഇവിടെയും അത് ഹിന്ദിക്കാരില്ല. 97, 2005, 2006, 2010 കഴിഞ്ഞിട്ടാണ് ഇവിടെ ബിൽഡിങ്സും സ്കൈ ലൈനൊക്കെ ഇവിടെ വന്ന് തുടങ്ങിയത്. 2007, 2008 ഹിന്ദിക്കാരൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഹിന്ദി എന്നോട് ഗോവയിൽ ആരും പറയണില്ലല്ലോ. ഞാനും വീട്ടിലും പുറത്തായാലും പറയണല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കണം. മാർക്ക് 52, 62 കിട്ടുന്നതും പുറമേക്ക് പരീക്ഷ എഴുതി പോകാത്തതും അങ്ങനെയാണ്. അപ്പം നിങ്ങൾ വിപരീതം ചെയ്തിട്ട് ഹുങ്ക് കാണിച്ചിട്ട് കാര്യമില്ല. വിപരീതം ചെയ്യുന്നത് വിഡിത്താണ് അല്ലേ, ഫേക്ക്നെസ്. അതൊക്കെ എന്താ കാര്യം? മെറ്റീരിയലിസ്റ്റിക് ഫേക്ക്നെസ് എന്താ കാര്യം? റോയികളെ പോലെ കുറേ പേര് സ്വയം വെടിവെച്ച് ചാവണവരും റിവോൾവറുള്ളവരും റോസമ്മ പോലെയുള്ളവരും പലരും ഉണ്ടാവും. അനധികൃതമായി ഹെൽപ്പും കൊടുത്ത് കാശും കയ്യിൽ അനധികൃതമായി എന്നിട്ട് സ്വയം വെടിവെച്ച് സ്വയം വാളിനിരയാവുന്നതും വാള് വെട്ടിയ രാജാക്കന്മാരും പലരും പല സ്ഥലത്തുണ്ടാവും. വാളിനിരയായ രാജാക്കന്മാരും കുറേ രാജ്ഞികളും കുന്തിദേവിയും കുംഭകർണനും കുറേ ലുട്ടാപ്പിയും മന്ത്രവാദികളും മാജിക്മാരും ഡാക്കിനിയമോമയും കുറേ കഥാപാത്രങ്ങളും ഡയറക്ടേഴ്സും എല്ലാവരും ഉണ്ടാവും. അവരൊക്കെ കുറേ രാജാക്കന്മാരും രാജ്ഞികളും ഉണ്ടാവും. എല്ലാത്തിനും ആരാധിക്കാൻ പോവുക. ഇപ്പോൾ വെടിവെച്ച് തോക്ക് കൊണ്ട് എല്ലാവരും കൊല്ലണവരുണ്ട്. അവരെല്ലാവരും ആരാധിക്കാൻ പോവുക. രാജാക്കന്മാർ ഇപ്പോൾ പലയിടത്തും നക്സലൈറ്റ്സ് ഉണ്ടാവും. എല്ലാത്തിനും ആരാധിച്ചുകൊണ്ടിരിക്കുക പടം വെച്ചിട്ട്. ഇല്ല, ഇപ്പം പഴയ പിടുത്തം മാറ്റാൻ ശ്രമിക്കുക. അല്ലാണ്ട് പിന്നെ വേറെ കാര്യങ്ങളുള്ളത്. പിന്നെ ഇപ്പോൾ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത്. പാതിരികളുടെ ആവശ്യം ഉണ്ടെങ്കിൽ ബൈബിളിൽ പഴയ നിയമം മാറിയിട്ടില്ല. പാതിരികളുടെ ആവശ്യമുണ്ട്. നിന്ന് നക്കിപ്പിച്ച സാലറിക്ക് വിലയില്ലാണ്ട് ചെയ്തോ എന്ന് പറയാം. പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് ആവശ്യമില്ല എന്ന് തന്നെയാണ്. അല്ലാണ്ട് ജീവനകത്ത് വിഗ്രഹങ്ങൾ ആരാധിച്ചോ, സിമെൻറ്റും കമ്പിയും പ്ലാസ്റ്റിക്കും മെഷീനൊക്കെ ഉരുക്കി കണ്ണും മൂക്കും വരച്ച് ഞാൻ ആരാധിച്ച് നിങ്ങളത് നോർമലല്ല പറയും. നിങ്ങൾ നോർമലില്ലാത്ത ഈ ജീവനില്ലാത്ത ആരാധിക്കേണ്ട എന്ന് തന്നെ പറയുന്നത് പുതിയ നിയമത്തിലും തേവടി സ്ഥലത്തിൽ തുല്യമാണ്. അപ്പം നിങ്ങളത് ഇല്ലാത്ത പോലെ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട, അതൊക്കെ നിങ്ങൾ സാങ്ഷൻ തന്നു. ജീവനില്ലാത്തതൊക്കെ ആരാധിച്ചോന്നല്ലേ പറയാം. ജീവനില്ലാത്ത ആരാധിക്കാന്നല്ല ചെയ്യുക. ജീവനില്ലാത്ത ആരാധിക്കുക, ജീവനില്ലാത്ത വിഗ്രഹാരാധന ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളല്ലേ പറയാം. ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കുക, ജീവനില്ലാത്ത കാര്യങ്ങൾ
ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കുക, ജീവനില്ലാത്ത കാര്യങ്ങൾ ആരാധിക്കുക ദൈവോത്സവത്തിന് തുല്യമെന്ന് പറയില്ലല്ലോ. പിന്നെ എന്നിട്ടാണ് പള്ളിയിലത്തെ മാതൃകയാണ് റിപ്പീറ്റഡ് സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരുന്നതെന്നല്ലേ പറയാം. അവിടെ ഇവിടെ ഒളിഞ്ഞ് നോക്കിയിട്ട് എനിക്ക് ക്യാമറ കണക്ഷൻ തരാത്തവരാണ് അവർ, മനസ്സിലായ? അപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങുന്ന സീജറോയികളുടെ പോലെ കുറേ വിഡ്ഢികൾ. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിലായാലും കുറേ കറുത്ത ഒരു വക വിഡ്ഢികളുടെ പോലെ, കറുത്ത ഒരു വിവരദോഷികളായ ഒരു തരം വിഡ്ഢികളുണ്ട്. കറുത്ത, അവർക്ക് ആരെ സെലക്ട് ചെയ്യണം? കറുത്ത സ്ത്രീകൾ ഇങ്ങനെയുള്ള അങ്ങോട്ട് കാലം നടക്കേണ്ട ജീവനില്ലാത്ത ആരാധിച്ച് പ്ലാസ്റ്റിക്കിനെ ആരാധിച്ചിട്ട് അവർക്ക് തന്നെ ഒരു നാണക്കേടില്ല സ്വയം. ഇങ്ങനെ ഒരു തരം വായന്ന് വൃത്തികേട് വന്ന് ഇങ്ങനെയുള്ള അന്നാ പൊക്കോന്നല്ല പറയേണ്ടത്. അതിൽ വേറെ ഒന്നും പറയാനില്ല. ഒരു ബോധം ബുദ്ധി വേണ്ട. ഇവിടെ എന്താ കാര്യം? AI വെച്ചിട്ട് ഒരു ഫേക്ക് സിറ്റുവേഷൻ ഇറക്കിയ വല്ല യുദ്ധത്തിൻ്റെ ഫേക്ക് സിറ്റുവേഷൻ വരെ ഇറക്കണവരുണ്ട് ഇസ്രായേലും ഗൾഫ് കൺട്രീസിലും. അതൊക്കെ ചെകുത്താൻ പാതിരയുടെ ഇതാണ്. ചെകുത്താൻ പാതിരാണ് എന്താ ഭംഗിയാ മനസ്സിലാണ്. ഇത് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ മാറും, എന്തെങ്കിലും കോസ്മിക് വിഷൻ കണ്ട് മാറും. പക്ഷെ അതല്ല, ഇത് അവരെ ഞാൻ ക്ഷീണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പെണ്ണാണ്, ക്ഷീണമാണ്. പെണ്ണുങ്ങളും ആരെങ്കിലും റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും ആരെങ്കിലും ഇത് പറയുമോ? പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഹിജടകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, പ്രഗ്നൻ്റായി അലസിപ്പിച്ച് നടന്ന് പ്രഗ്നൻ്റായിട്ട് വളർത്തിയ കുഴപ്പമില്ല, കുറേ തമിഴ്നാട് കൂടി ചെയ്തിട്ട് കുറേ ഗ്ലീച്ചകളും ഈ സ്വയം മരുന്ന് കൂട്ടി വാങ്ങണ രീതിയിൽ ഞങ്ങൾ തിടുക്കാണ്, ഞങ്ങൾക്ക് ഗുഡ്ക കഴിക്കണം, മറ്റേത് കഴിക്കണം, കള്ള് കുടിക്കണം, ഡ്രഗ്സ് അടിക്കണം എന്ന് പറയുന്ന വിഡ്ഢികൾ ഇത് നല്ല സ്പഷ്ടമായിട്ട് പറയണല്ലേ. അന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിച്ച് നടക്കണ ഈ പെണ്ണുങ്ങളും ഡ്രഗ് അഡിക്ട്സും ആണും പെണ്ണും കെട്ടവർ ഹിജടകൾ അവരൊക്കെ 12 വയസ്സ് തൊട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ് ഗ്രൂപ്പിൽ. അതുകൊണ്ടാണ് അവർ അങ്ങനെ വേറെ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നടക്കണേ, കാശ് മേടിച്ചിട്ട് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളൊക്കെ തിരികെ പ്രതീക്ഷിച്ചിട്ട്. പെണ്ണുങ്ങൾ, ഡ്രഗ് അഡിക്ട്സ്, ഹിജടകൾ, ട്രാൻസ്ജെൻഡേഴ്സ് അവർ പിൽസ് കഴിക്കും, അബോർഷൻ ചെയ്യും, പ്രഗ്നൻസി ചെയ്യും. എന്തവരെ കൊണ്ട് ഗുണം? ശരിക്കുള്ള ക്രിസ്ത്യാനിറ്റി അവർ ചെയ്യണില്ലെങ്കിൽ പിന്നെ എന്തിനും വിഡ്ഢി റോമൻ കാത്തലിക്കും, വിഡ്ഢി ജാക്കോബൈറ്റും, വിഡ്ഢി മലങ്കരയും, കുറേ വിഡ്ഢിത്തം സീറോ മലബാറൊക്കെ കൊണ്ട് നടക്കേണ്ട ആവശ്യം? അത് ക്രിസ്ത്യാനിറ്റി അല്ലെന്ന് അവർക്കറിയാം. തെറ്റാണെന്ന് അവർക്ക്. അവിടെ ഒരു ആദിവാസി സ്ത്രീ ഉണ്ട്, അത് തെറ്റാണെന്ന് നമ്മൾ മാറാൻ പഠിക്കണം. അത് ശരിയാണെന്ന് അത് മാറാൻ പഠിക്കണം. ബൈബിളിൽ പത്രോസും പൗലോസും എന്താ പറയണം? എന്താ ചെയ്തതാണ്? അവർ ഫുള്ളായിട്ട് മുങ്ങി നിവർപ്പിച്ച് വെള്ളത്തിന് മുങ്ങി 3 പ്രാവശ്യം. അതാണ് ബാപ്റ്റിസം പറയുന്നത്. അവിടെ അങ്ങനെ ബൈബിളിൽ എഴുതി രാസ്നാദി പൊടി തളിക്കണ പോലെ വെള്ളം തലയിൽ തളിച്ചാൽ മതി എന്ന് പറയില്ലേ? തളിച്ചാൽ മതി എന്ന് പറയില്ല, അങ്ങനെ തളിച്ചാൽ മതി എന്ന് പറയും ബൈബിളിൽ. അപ്പോൾ ബൈബിളിനെ എതിരായിട്ട് ബൈബിൾ മുഴുവൻ ഞാൻ വായിക്കില്ല, ഇതൊന്നും വായിക്കണ്ട. കള്ളും കുടിച്ചിട്ടൊക്കെ അടിച്ച് ഈ പ്ലാസ്റ്റിക്കിനെ അരച്ച് നടന്നോന്നല്ല പറയാം. കണ്ണും മൂക്കും വരച്ച് നടക്കണവരെയും പെയിൻറ്റിനെയും എല്ലാത്തിനും അടിച്ച് നടക്കുന്ന ജീവനില്ലാത്തതിൻ്റെ കാര്യം. അതായത് നിങ്ങൾക്ക് ജീവനോട് വിലയില്ലാത്തതൊക്കെ ചെയ്ത് പാതിരികളോട് ചെയ്തോ അതിൽ പറയാം. പാതിരികളോട് ചെയ്യിപ്പിച്ച് ബൈബിളിന് വിപരീതം ചെയ്തിട്ട് നിങ്ങൾ പടുവെട്ടികളാവാൻ പോകണം. പടുവെട്ടികളോട് ഉപദേശം ചോദിക്കാൻ പോവുക. പടുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? പടുക്കുമെന്ന് പറഞ്ഞാൽ കന്നഡ ലാംഗ്വേജിൽ ഉറങ്ങിക്കിടന്നോന്ന്, എഴുന്നേൽക്കണ്ടാന്ന്, ഉറങ്ങിക്കിടന്നോളാൻ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടുപേരുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് ആരെങ്കിലും ഈ ഹിന്ദുസിനോട് ചോദിക്കാൻ പോവുമോ? ഞാൻ അങ്ങനെ ചോദിക്കാൻ പോറില്ല ഹിന്ദുസിനോടും മുസ്ലിംസിനോടും. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ വിവരദോഷിയായ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലം, ഒരു വിവരദോഷി പിടിച്ച സ്ഥലമാണെന്നറിയാം. അങ്ങനെയുള്ളവർ നേരെ മുന്നിൽ വന്ന് താമസിക്കുമ്പോൾ തന്നെ അറിയാം. അവരാരെയും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്? വായന്ന് വൃത്തികേട് മാത്രം വരുവാണ്. കാട് കൊടുക്കാൻ എനിക്ക് വാക്കുകൾ ഞാൻ ആരും ഉപയോഗിക്കണില്ലല്ലോ. കാരണം അവന് ക്ഷീണമാണ്. പെണ്ണുങ്ങളെ സമപ്രായക്കാർ വീട്ടിലുള്ളവർ അനിയന്മാരെ കുറിച്ചാണ് പാരൻസിനെ കുറിച്ചാണ് ക്ഷീണം, പാവം, അവൻ വിഷമം വരും, അവൻ അനിയനല്ല ചേട്ടനാ മൂത്തതാ, ആൾക്കാരെ കാണുമ്പോൾ ക്ഷീണം, പാവം, ധൈര്യമില്ല, പേടിയാ, ക്ഷീണം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആര് കുറിച്ചും പറഞ്ഞെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ക്ഷീണമാണ്, പാവമാണ്, ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ പറയില്ല. അപ്പോൾ ആലോചിച്ചും കണ്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് മാറാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിലും ഖുറാനിലും ഇത് എഴുതി വെച്ചിട്ടുണ്ടോ? അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഏതെങ്കിലും മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഡ്രഗ്സ് അടിച്ച് നടക്കണം 12 വയസ്സ് തൊട്ട് കുടിച്ചിലൊക്കെ കേട്ട ഒരു ഗ്രൂപ്പിൽ വിഡിത്തം പറഞ്ഞിരിക്കും, ക്ഷീണമാണ്, പാവാണ് പറഞ്ഞ് നടക്കണവർ, അധികം സംസാരിക്കണവരും അധികം സംസാരിക്കാത്തവരും ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും ഇത് പറയൂ? ഓട്ടോ ജോർജ് പറയൂ? ആ ആദിവാസി സ്ത്രീ പറയൂ? ആ CJ റോയ് പറയൂ? CJ റോയുടെ പോലെ അഡോൾഫ് ഹിറ്റ്ലർ പറയൂ? ഇല്ല. യഹൂദിയരെ കറക്റ്റ് ചെയ്തിട്ടും അതിന് വിപരീതം ചെയ്യണവരാണ് നിങ്ങൾ. അതിന് പറയും. എന്നിട്ട് ബൈബിളിനെ വിപരീതം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെഡ്ഡി റോമൻ കാത്തലിക്കും വെഡ്ഡി ജാക്കോബൈറ്റും വെഡ്ഡി മലങ്കരയും സീറോ മലബാറും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? അപ്പം നിങ്ങളുടെ വെഡിത്തം ജീവനുള്ള ജീവിതം സുനിശ്ചിതമാണ്. നിങ്ങളിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കറുത്ത ആദിവാസികളെ ആര് സെലക്ട് ചെയ്യണം? ഇവരൊക്കെ അതിൽ നിന്ന് ഉണ്ടാവണ ചിടുങ്ങൾ വരെ നിരങ്ങി നീക്കി തന്തയും തള്ളയും കൊണ്ട് ഒരു ഗുണമില്ലാണ്ട് പക്വതയില്ലാണ്ട് മന്ദബുദ്ധി തരത്തിൽ നിരങ്ങി നീക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? വിവരം ഉണ്ടെങ്കിൽ അത് വിവരം പറഞ്ഞു കൊടുക്കുക. അതാണ് ശരി, ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ കാര്യമില്ല. അപ്പോൾ ഉള്ള കാര്യം മനസ്സിലാക്കാൻ പഠിക്കണം.
വിവരമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ അത് നിങ്ങൾ നേരെ അവഗണിച്ചിട്ട് വീണ്ടും വിപരീത ചെയ്യണേ. ഉറങ്ങി എനിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറവി, കേട്ടതൊക്കെ മറക്കും. വീണ്ടും പാതിരികൾ നോണ പറഞ്ഞു കിടന്ന പാതിരികളോട് ചോദിക്കണം, ഇതിങ്ങനെയാണ് ബൈബിളിൽ എഴുതി വെച്ചേക്കണേ, നിങ്ങൾ വിപരീത ചെയ്യണേ, നിങ്ങളെന്തിനും വിഡ്ഢികളാക്കണേ എന്ന് നിങ്ങൾ തിരിച്ചു ചോദിക്കണം. നിങ്ങൾ മുങ്ങി വരണ പകരം ബാപ്റ്റിസം 3 തുള്ളി രാസ്നാദി പൊടി തളിക്കണ പോലെ തലയിൽ 3 തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി നിർബന്ധിപ്പിച്ച് 6 മാസം 5 മാസം തികയാത്ത കുട്ടികൾക്ക് അങ്ങനെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? ബാപ്റ്റിസം പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞ് 25 വയസ്സായിട്ട് 30 വയസ്സായിട്ട് 18 20 വയസ്സായിട്ട് ഫുള്ള് അറിവോടെ കാര്യങ്ങൾ ചെയ്യാൻ പറയണേ. നീ വരണ വെള്ളത്തിൽ ഫുള്ള് മുങ്ങിയിട്ട് ഒറ്റ പോകുന്നതിൽ വേറെ വ്യത്യാസമുണ്ട്. അയാൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് ശിങ്കാരി മേളം ചെയ്തിട്ട് നീ വരണ കാര്യമല്ല ഇവിടെ പറയണേ. അല്ലെങ്കിൽ മനസ്സിലായി, പെന്തക്കോസ്ത് ക്രിസ്ത്യൻസ്, യഹൂദിയ ക്രിസ്ത്യൻസ്, യഹൂദിയർ ആരെങ്കിലും ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെയും ജീവനില്ലാത്ത മനുഷ്യരെ ആരാധിക്കാൻ പോകുന്നുണ്ട്? അവരൊരു സിറ്റുവേഷനാണ് കാണുന്നത്. സാക്രിഫൈസ് ചെയ്തു ഇസഹാക്കിന് പകരം. ബൈബിളിൽ എഴുതിക്കണ കാര്യം ഖുറാനിൽ പറയുമോ ആരെങ്കിലും? ഇസഹാക്കിന് പകരം സാക്രിഫൈസ് ചെയ്യിപ്പിച്ചു, അതാണ് പറയണത്. അപ്പം നിങ്ങൾ നേരെ വിഡിത്തം ചെയ്യണം. എടാ, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തത് ഞാൻ എന്താ ചെയ്യുക? എത്ര വിഡ്ഢികൾ മുതിർന്നവരാണെങ്കിലും ചിടുങ്ങളാണെങ്കിലും പറയിപ്പിച്ച് പറയണ വിഡ്ഢികൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാണ്ട് ധൈര്യമില്ല, ക്ഷീണമാണ്, പാവമാണ്, ആൾക്കാരെ കാണുമ്പോൾ ഇതാണ്, എന്നെ കാണുമ്പോൾ നിങ്ങൾ കുശുമ്പുണ്ടാവും. അതിന് നിങ്ങളുടെ വിഡിത്തം നിങ്ങളുടെ വായന നാവിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളുടെ നാവ്, നിങ്ങളുടെ കുടിച്ചിടക്കുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ പറയാറില്ല, ക്ഷീണമാണ്, പാവമാണ് ആരെക്കുറിച്ചും. അപ്പം ഞാനല്ല നിങ്ങൾക്ക് പകരം കുടിച്ചിടക്കടിച്ചെടുക്കേണ്ടത്. നിങ്ങൾ കുടിക്കഴിച്ച് ഡ്രഗ് അടിച്ച് ബീഡി സിഗരറ്റ് വലിച്ച് 40-50 വർഷം 25 വർഷം ലക്ക് കെട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ കേടുപാടുണ്ടെന്ന് നിങ്ങളായിട്ട് വരുത്തി വെച്ചാണ് കേടുപാടുകളാണ്. നോർമലായിട്ട് വരാണെങ്കിൽ കുഴപ്പമില്ല, സാധാ രീതിയിലുള്ള കേടുപാടുകളാണ്. ഇതല്ല, നിങ്ങളായിട്ട് വരുത്തി വെച്ചാണ് കുടിച്ച് ഡ്രഗ് അടിച്ച് 15-20 വർഷം ഗുഡ്ക്കും കഴിച്ച് നടന്ന് ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് നടക്കണം. ഇതാണ് വിഡിത്തം. അതുകൊണ്ട് നിങ്ങൾ കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കണം, നിങ്ങളുടെ ശരീരം കേടാക്കണം, നിങ്ങളുടെ ജീവിതം പോക്കണം. അങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ജീവിച്ചിട്ട് കാര്യം? ആത്മഹത്യ ചെയ്യുന്നതല്ലേ ഭേദം? കത്തിക്കാരി ചാവ്, എന്തെങ്കിലും ആയിക്കോട്ടെ. പുഴുത്ത് ചാവൻ റെഡി ആയിട്ടുള്ളവർ അങ്ങനെ ചാവും. ഉയർക്കണവർ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് പേര് മതി അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നല്ലത് വരാനായിട്ട്, സ്ട്രെങ്ത്തിൽ വരാൻ. അതിന് മെജോറിറ്റി വിഡിത്തം ചെയ്ത് നടന്നു കഴിഞ്ഞാൽ, തെറ്റിലേക്കാനായിട്ട് പായം തിടുക്കം കാണിച്ചു കഴിഞ്ഞാൽ ഈ ആദിവാസി സ്ത്രീയുടെ മോത കണ്ടറിയൽ ചെകുത്താൻ ബാധ്യതയാണ്. ഇവരൊക്കെ സെലക്ട് എന്താ വെച്ചാൽ ഉള്ള കാര്യം പറഞ്ഞു കേട്ടിട്ടും വീണ്ടും ഈ നോണ പറയണ പാതിരികളോട് ശരിക്കുള്ള കാര്യങ്ങൾ ചോദിക്കാണ്ട് ഈ വിഡിത്തം അതാണ് എന്ന് പറഞ്ഞാൽ വിഡിത്തം റിപ്പീറ്റ് ചെയ്ത് വീട്ടുകാർക്ക് ഭാരമായിട്ട് ഈ ഭക്ഷണം മാത്രം ഉണ്ടാക്കി നടന്നിട്ട് കാര്യമുണ്ട്. സ്കൂളിൽ വിട്ടുന്ന പിള്ളേരെ ചിടുങ്ങൾ മന്ദബുദ്ധി തരത്തിൽ നിരങ്ങി നീക്കി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിൽ സ്കൂളിലത്തെ ഏതെങ്കിലും ചെക്കന്മാരാണ് വൃത്തികേട് ചെയ്ത് തിരിച്ചു വന്നിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഗ്രേ പാൻറ്റും വൈറ്റ് ഷർട്ടാണ്. യൂണിഫോം നിങ്ങൾ വേറെ വേറെ കൂട്ടി പറഞ്ഞ മങ്ങിയ കളറും ഡാർക്ക് കളറൊക്കെ ആയിരിക്കും. അങ്ങനെ കുറേ വിഡിത്തം ചെയ്ത് നടക്കണവരുണ്ട്. എനിക്ക് ഗ്രേ പാൻറ്റും വൈറ്റ് ഷർട്ട് ആയതുകൊണ്ട് ടോയ്ലറ്റിൽ പോകണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കാർമേഘത്തിൻ്റെ കളറാണ് ഗ്രേ പാൻറ്റ് എന്ന് പറഞ്ഞാൽ. വൈറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ക്ലൗഡ്സ്, നല്ല തെളിഞ്ഞിരിക്കണ ക്ലൗഡ്സിൻ്റെ ആകാശത്തിൻ്റെ നിറം. അപ്പോൾ ആ രീതി നീലാട്ട എന്നൊക്കെ വരുമ്പോൾ ആ രീതിയിൽ വരാണത്. അത് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ? അപ്പോൾ ആ രീതിയിൽ അന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ചെറിയ ചിടുങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ലേ? കേരളയിൽ ഒരു 2 മാസത്തോളം ഇങ്ങനെ കളറുള്ള മഴ പെയ്തു. കുറേ മഞ്ഞ കളറിൽ, ചുവന്ന കളറിൽ, ബ്രൗൺ കളറിൽ. അതിൻ്റെ വെള്ളം ഇങ്ങനെ ബക്കറ്റിൽ കൊണ്ട് വയ്ക്കുമ്പോൾ അറിയാം കുറേ കളറുള്ള വെള്ളങ്ങൾ, കളർ പിടിച്ച വെള്ളമാണ് ബക്കറ്റിൽ ശേഖരിക്കണേ. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ പഠിക്കണം. അപ്പം അന്ന് എന്തുകൊണ്ടാണ് ഈ ഇസഹാക്കിന് പകരമാണ് യേശുവയുടെ മുതിർന്നിട്ടുള്ള കാര്യങ്ങൾ വരാണ്? അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. അന്ന് ഇസഹാക്കും ഇസ്മായിലും കളിക്കണം കണ്ടിട്ട് ഹാഗാറിനെ പറഞ്ഞയച്ചു. സർവൻ്റ് എന്നുണ്ടായ അബ്രഹാമിൽ നിന്നുണ്ടായത്. അത് ഇസഹാക്കിനെ കുറിച്ച് പറയണം. ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയപ്പോൾ മോറിയ മലയിൽ ഇതൊക്കെ അറിയണ കാര്യമാണല്ലോ. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാനാണ്? അവിടെ നിന്ന് ബലിയർപ്പിക്കാൻ പോയപ്പോൾ എന്തുണ്ടായേ? സീനായ് മലയുടെയും ഈ നെഗവ് ഡെസേർട്ടിൻ്റെയും അടുത്തന്നെയായി മോറിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്ര 95-105 വയസ്സിൽ ഇങ്ങനെ അവൻ്റെ ആത്മാവിനോട് പറയിപ്പിച്ചു. അതായത് ദൈവം അവിടെ ഒച്ചത്തിൽ മൈക്കിൽ വിളിച്ച് പറഞ്ഞു എന്നല്ല പറയേണ്ടത്. ദൈവം എന്ന് പറയുന്നത് ആത്മാവ്. അപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ നീ കുറേ 95-105 വയസ്സായിട്ട് ജനിച്ചതല്ലേ? അപ്പോൾ 12 വയസ്സായിട്ടുള്ളൂ. നീ ഇതിന് ബലിയർപ്പിക്കേണ്ട. നിൻ്റെ വംശാവലിയിൽ തന്നെ ജനിച്ചു വരണ ഒരു സമയം വരും, 2000-3000 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് സാക്രിഫൈസ് ചെയ്യുക. അത് മിണ്ടാണ്ട് സഹിച്ച് കാര്യങ്ങൾ മുറിവെച്ച് മരവിച്ച് വരണ ആ രീതിയിൽ യേശു എന്ന് പേരിടണമെന്ന് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ മനുഷ്യർ തന്നെയാണ് വിശ്വാസത്തോടെ സ്വീകരിച്ച് യോസഫ് ഓടിപ്പിച്ച് കളഞ്ഞില്ലേ?
13 വയസ്സുകാരൻ്റെയും 19 വയസ്സുകാരൻ്റെയും ഇളം പ്രായത്തിൽ ജനിച്ചതുകൊണ്ടാണ് കന്യകയെന്ന് ജനിച്ചതെന്ന് പറയണത്. കടിഞ്ഞൂലായിട്ട് ജനിച്ചതുകൊണ്ടാണ് കന്യകയെന്ന് ജനിച്ചതെന്ന് പറയണത്. അല്ലാണ്ട് യോസഫ് വിശ്വാസത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ 4 മക്കൾ ജനിച്ചിട്ടും സ്റ്റെപ്പ് ഫാദറാണ് യോസഫ്. ആ രീതിയിൽ വന്ന കാര്യമല്ല. അതുകൊണ്ട് മാലാഖ പറയുന്നത് മനുഷ്യരാണ്, നിങ്ങൾ ഇവനെ നോക്കി വളർത്തണം, യേശു എന്ന നല്ലതിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന രീതി വരും. അതാണ് യെരൂശലേമിൽ 12 വയസ്സിൽ നിന്നിട്ട് യേശു അവിടെ ചെന്നിട്ട് ആൾക്കാരോട് ബൈബിളിനെ കുറിച്ച് ചോദിക്കുന്നത്. 12 വയസ്സിൽ ഇസഹാക്കിനെ കുറിച്ചൊക്കെ ചോദിക്കണം. ഇസഹാക്കിൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ വരുന്നത് ഉയർക്കണ കാര്യം, ഉയർപ്പിൻ്റെ കാര്യം, അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യണം. അപ്പം അന്നേ തൊട്ട് അവർ കണ്ടുവച്ചിട്ടുണ്ട് ഇവൻ വളരുന്നത് എങ്ങനെയായിരിക്കും എന്ന്. അപ്പം നസറത്തും ബത്ലഹേമും അതിനടുത്ത് തന്നെയായിട്ടാണ് ജെറുസലേമിൽ ഇവർ വളരുന്നത്. അപ്പോൾ അതിന് യോസഫ് അപ്പോഴേക്കും യേശുവയ്ക്ക് 25 വയസ്സായപ്പോഴേക്കും മരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വല്ല ശ്വാസം മുട്ട, ഗാസ്ട്രിക് ട്രബിളോ എന്തെങ്കിലും, അവൻ മരുന്നുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു 65-75 വയസ്സിൽ മരിച്ചിട്ടുണ്ടോ? അപ്പോൾ 45 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ വരണത്. അപ്പോൾ യേശു എന്നിട്ട് 12 വയസ്സ്. അപ്പം നിങ്ങൾ വെടുത്ത മാറ്റി 12 വയസ്സിൽ തർക്കിക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? അവരോട് ചോദിക്കുക, ഇസഹാക്കിന് പകരം കന്യകയിൽ നിന്ന് ജനിക്കുന്ന ഒരാൾ ഇങ്ങനെ കുരിശിൽ മരിക്കും. അതൊക്കെ അവരോരോ സ്ഥലത്ത് ഇന്ത്യയിലും പണ്ട് ഇങ്ങനത്തെ സ്പൈസ് ട്രേഡിങ്ങിന് പലയിടത്തും പോകുന്നുണ്ട്, റോമിലൊക്കെ. അങ്ങനെ അവർ അടിമത്തത്തിലാവുന്നതാണ്. അപ്പോൾ അവർക്കറിയാം കുരിശിൽ മരിക്കേണ്ട ഒരു സമയം വരും, അത് കഴിഞ്ഞ് ഉയർപ്പിക്കേണ്ട സമയം അങ്ങനെയൊക്കെ വരും. അപ്പോൾ അവർ സാക്രിഫൈസ് തട്ടിക്കൂട്ടി കാണിച്ച് നടക്കണതിൻ്റെ മുമ്പ് 33.5 ഏജ് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു ഉറങ്ങി കിടക്കണ റോമൻസ് ഇതാണെങ്കിലും ഇവളെ ഉറങ്ങുകയാണ്, എഴുന്നേൽക്കും. അങ്ങനെയൊക്കെ ഒരു 3 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് കാട്ടിക്കൂട്ടലാണോ പെട്ടെന്ന് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തതാണോ നമുക്ക് നോക്കാനായിട്ട് ട്രൈ ചെയ്താൽ മതിയോ? ട്രൈ ചെയ്യണോ? അവിടെ റോമൻ കാത്തലിക്സിനോടും ഹിന്ദുസിനോടും മുസ്ലിംസ് പറയുന്നത് മനസ്സിലാവില്ല അവർക്ക്. അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അവിടെ ഖുറാനിലുള്ള കാര്യങ്ങൾ ആരതിൽ പറയണേ? ഖുറാനിൽ ഒരിക്കലും വിശദീകരിച്ച കാര്യങ്ങൾ ഇസഹാക്കിന് പകരം ഇതൊക്കെ വരണേ. അതാണ് ഏഷ്യ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, കുരിശിൽ തറയ്ക്കുന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഖുറാനിൽ എഴുതിയിരിക്കുന്നത് ഈ കുറേ അവർക്ക് ഭാര്യമാരുള്ളത്. അവർക്ക് സ്വപ്പം അബ്രഹാമിന് സാറ എന്ന് പറഞ്ഞ ഭാര്യ ഒരുമിച്ച് കൂടെ ഉണ്ട്, സർവൻ്റ് ഉണ്ടായെന്ന് വിചാരിച്ചു. ഇവർക്ക് കുറേ വേലക്കാരികളും കുറേ വേശ്യകളും കൂടെ ഉള്ളതാണ് ഈ മുഹമ്മദിന് ഖുറാൻ എഴുതിക്കുമ്പോൾ കള്ളം കുടിച്ച് ഹുക്യം കഴിച്ചിട്ടാണ് അത് എഴുതണേ. അത് ഖുറാൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും. അതുകൊണ്ടാണ് പറഞ്ഞ താൽമുഡും തോറയും തനാക്കിലും പറയണത്, ബൈബിളിൽ പറയണ ഒരു കാര്യം ഖുറാനിൽ പറയണില്ല അധികം. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെ പറയണേ. അപ്പോൾ അതെല്ലാം കറക്റ്റ് കാര്യങ്ങളല്ലേ പറയണത്. അപ്പോഴും നിങ്ങൾ അതിന് വിപരീതം ചെയ്തിട്ട് എന്താ കാര്യം? ഉള്ള നിങ്ങൾ ചെകുത്താൻ ബാധിതരല്ലെങ്കിൽ, ഈ ആദിവാസി സ്ത്രീ ചെകുത്താൻ ബാധിതരല്ലെങ്കിൽ, ഇത് പറഞ്ഞത് കേട്ടിട്ട് പാതിരികളുടെ കാര്യം മനസ്സിലാക്കിയിട്ട് അവർ മാറാൻ പഠിക്കും. ഇതല്ല, നിങ്ങൾ വീണ്ടും ഉറങ്ങിയിട്ട് മറന്നിട്ട് വീണ്ടും വീട്ടിൽ റിപ്പീറ്റ് ചെയ്യാം. ബൈബിളിൽ നേരെ വിപരീതം ചെയ്ത് ബാപ്റ്റിസൊക്കെ 3 തുള്ളി വെള്ളം ഒഴിക്കുന്നതാണ്. അതൊക്കെ മുങ്ങി നിവരേണ്ട കാര്യം അന്നും പത്രോസ് പൗലോസ് അങ്ങനെ ചെയ്തായിരുന്നേ. 5000 പേരെ മുങ്ങി 3 തുള്ളി തലയിൽ ഒഴിക്കല ചെയ്യണത്. മുങ്ങി നിവര, വെള്ളത്തിൽ മുങ്ങി നിവര. അവിടെ ജോർദാൻ നദി, ഏത് നദിയാണെങ്കിലും മുങ്ങി നിവര. അതാണ്, അതിനെയാണ് പറയുന്നത്. അവിടെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച ശിങ്കാരി മേളം കാണിച്ചിരുന്നതല്ല. പെന്തക്കോസ്ത് ക്രിസ്ത്യൻസും യഹൂദിയ ക്രിസ്ത്യൻസും മറ്റേ എന്ത് ക്രിസ്ത്യൻസാണ് പിന്നെ യഹൂദിയർ ആരെങ്കിലും ശിങ്കാരിമേള നടത്തി ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ചിരിക്കാൻ അവിടെ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ ആരാധിക്കണം. ജീവനില്ലാത്ത വിടുത്തം അനുകരിക്കണം. അവർ യേശുവയുടെ ഒന്നും അനുവർത്തിക്കണം. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു പള്ളിയിലും മലമേലും പ്രാർത്ഥിക്കാൻ പോകാണ്ടാത്ത കാലം വരുന്നു. അത് തന്നെയാണ് യഹൂദിയർ ചെയ്യണേ. പള്ളി അവർക്ക് ഒരു ഭംഗിയായിട്ട് അവിടെ വെച്ചുകണമെന്നുള്ളൂ. അവർ വേറെ ഹാളിലും കാര്യങ്ങളൊക്കെ ചെയ്യണേ, സ്തുതിഗീതങ്ങളും ബൈബിളും തനാക്കും തോറയും താൽമുഡൊക്കെ വായിക്കുന്നത്. അപ്പോൾ അവർ പള്ളി അധികം ടച്ചില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോഴും കൊറോണ വന്നിട്ട് പറഞ്ഞു പള്ളിയിലൊന്നും പോവാത്ത കാലം വരും, മലമേലും അവിടെയൊന്നും പോവാത്ത, മലയാറ്റൂർ മല, കനകമല, ഇവിടെയൊക്കെ പോകേണ്ട കാര്യം എന്താ? മലയുടെ മുകളിൽ ആരായിരിക്കണം? അപ്പോൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങളാണ്. ഒരു ബുദ്ധിബോധം വേണ്ട. അങ്ങനത്തെ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് തുടങ്ങിക്കോ. സാങ്ഷൻ തന്നു എന്നല്ല പറയാം ബൈബിളിൽ. അങ്ങനെ ആരാധിക്കണം എന്നല്ല. പാതിരികളുടെ ആവശ്യമില്ല എന്നല്ല പറയാം. പഴയ ഞാൻ പോയിട്ടില്ല. പാതിരികളുടെ ആവശ്യമില്ല. പാതിരികളുടെ ആവശ്യമുണ്ട്. നിന്ന് അക്കപ്പിച്ച സാലറി മേടിച്ച് ഒരു ശാപമായിരുന്നു ജോലി എന്ന് പറയുന്നത്. പണ്ട് ഏതേ തൊട്ട് നിങ്ങൾ ഈ മാനുമോനോട് ചെയ്ത് കണ്ടു. അതുകൊണ്ട് നിങ്ങൾ വേർത്ത് വലിച്ച് ജോലി ചെയ്യും. അത് ശാപമായിട്ടാണ്. ആ ശാപം പോലെ നിർബന്ധിച്ച് ജോലി ചെയ്യണ പോലെ വിലയില്ലാണ്ട് നക്കപ്പിച്ച സാലറിക്ക് ചെയ്തുകൊണ്ടിരുന്ന എന്താവും ലാസ്റ്റ് വരെ?
ദേഷ്യം വന്നിട്ട് സെക്കൻഡ് കമ്മിങ് വന്നിട്ട് ഈ തന്നെ റിപ്പീറ്റ് ചെയ്യുക, നക്കപ്പിച്ച ചിലർക്ക് ചെയ്യുക. ചെയ്തുകൊണ്ടിരുന്ന പാതിരികളുടെ കാര്യങ്ങൾ ശരിക്കുള്ള കാര്യം ചോദിക്കാണ്ട് അവരുടെ നുണയും കേട്ട് കാശ് വരണം ജോലിയും കണ്ടിട്ട് അങ്ങനെയല്ലേ പറയാം. അല്ലെങ്കിൽ ഞാൻ പറയും ഇത്ര കാശ് തന്നാൽ ഒരു മാസത്തേക്ക് 20,000 തരണം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 1,00,000 തരണം, എന്നാലും ഞാൻ എന്തെങ്കിലും പറയൂ. സ്ട്രോങ് കാര്യങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യൂ, അല്ലെങ്കിൽ പാനീയങ്ങൾ വിതരണം ചെയ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പങ്കുവയ്ക്കൂ, സ്നേഹിക്കൂ, അങ്ങനെയല്ലേ പറയാം. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. ശോഷിച്ച വാക്കുകൾ ധൈര്യമില്ലാത്ത ഗ്രൂപ്പിൽ കയറി നട്ട് ശോഷിച്ചത് കഴിക്കാണ്ട് പങ്കുവയ്ക്കുകയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അവരുടെ വിഡിത്തം മാറുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടല്ലോ. പെണ്ണുങ്ങളും മെറ്റീരിയലിസ്റ്റിക് ചെയ്യണം, പെണ്ണന്മാരും ഹിജറകളും കുടിച്ചിട്ടാക്കി പിൽസും അബോർഷൻ ചെയ്ത് നടക്കുന്ന പോലെ സ്ട്രക്ചറും സാരി വൃത്തികെട്ട ഡ്രസ്സുകൾ ഇടുന്ന പോലെ ഇവിടെ വരണ്ട. എന്തെങ്കിലും നിങ്ങളെൻ്റെ മുഖത്തേക്ക് സംസാരിക്കാത്തതിനെ കുറിച്ച് ഞാൻ പറയണേ ലാച്ചിട്ട് നടന്നു. പിന്നെ എന്നിട്ട് ഞാൻ ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കണോടത്ത് സംസാരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ആരും പറയിപ്പിക്കാണ്ട് മുഖത്ത് നോക്കി ഉള്ള കാര്യം സംസാരിക്കേ. നിങ്ങൾ കുടിച്ചിട്ടൊക്കെ അടിച്ചടക്കും ചുക്കോ പുക്കോ എന്ന് പറഞ്ഞാൽ തലയ്ക്ക് സുഖമില്ലാത്ത പോലത്തെ എങ്ങനെയായിരിക്കും. അന്ന് തൊട്ട് കുടിച്ചിട്ടൊക്കെ അടിച്ചിടവരാണ്. 12 വയസ്സ് തൊട്ട് കുടിച്ചിട്ടൊക്കെ അടിച്ചടക്കണവർ. കുറേ ഹിന്ദി കുട്ക കാണ്ടുകളും കോഴിക്കോടുള്ള മലയാളി കുണ്ടന്മാരും അതൊന്നും പഴയ സമയത്തൊന്നും ആരും ഇവിടെ ഇല്ല. അതുപോലത്തെ കുറേ തരം കുടിച്ചിട്ടൊക്കെ അടിച്ചടക്കണം കന്നഡ കാണ്ടുകൾ. ആരെങ്കിലും ഇത് പറയുമോ? അത് മനസ്സിലാക്കുള്ള ബുദ്ധിയില്ലേ. അല്ലെങ്കിൽ ഗാഡിന്ന് എന്തെങ്കിലും പറയണ്ട, വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത് മുഖത്ത് നോക്കി സംസാരിക്കണല്ലേ. ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ല. അതാണ് നിങ്ങൾ പറയിപ്പിച്ച് പറയേണ്ടത്. നിങ്ങൾ അവിടെ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിപരീതം റിപ്പീറ്റ് ചെയ്തിട്ട് ബൈബിളിൽ എഴുതിയതിൽ നേരെ വിപരീതം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ കിടക്കണ ഹിന്ദിക്കാരെങ്കിലും പറയുമോ? ആ ബോധം വേണ്ടേ. അത് ഹിന്ദി പഠിച്ച 30 വർഷം ഇവിടെയും 30 വർഷം മലയാളത്തിൽ ചടഞ്ഞുകൂടിയിരിക്കണവരും കൊങ്കൺ ഇതൊക്കെ വേണ്ടിയിട്ട് കുറേ നാൾ 2 സ്ഥലത്തേക്ക് ഇപ്പോൾ പോണ പോലെയാണ് അവിടെ. ഇത് 9 വർഷം അവിടുത്തെ തന്നെ വെസ്റ്റേൺ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി വെസ്റ്റേൺ ഉള്ള ഷിപ്പുകളും പാർട്ടി ലൈഫും അവിടുത്തെ കൊങ്കണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബ്രസീൽ പോർച്ചുഗൽ ടൈപ്പുള്ള ലാംഗ്വേജാണ് അവിടെ. വേറെ നോർത്ത് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യയിൽ അങ്ങനത്തെ ലാംഗ്വേജ് ഇല്ലല്ലോ. ഹിന്ദി ആയിട്ട് അവിടെ ബന്ധമല്ല. ഹിന്ദി പറയിപ്പിക്കണല്ലേ ചെറുപ്പത്തിൽ മുതൽ ആരെക്കൊണ്ടും. അത് ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ആയിരിക്കും, അത് ലാറ്റിൻ മലങ്കര വേറെ വല്ലതായിരിക്കും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എങ്ങനെ വളരണം, എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ അവിടേക്ക് 30 വർഷമായിട്ട് 31 തൊട്ട് 40 വയസ്സ് വരെ ജോലിക്ക് പോയി വിചാരിച്ചോ, അവിടെ ഹിന്ദി പറഞ്ഞു വരും, മറാഠി സംസാരിച്ച് വരും. ആരും അവിടെ മറാഠിയും ഹിന്ദി അതിനോട് സംസാരിക്കണമല്ലോ. അപ്പോൾ ഇതിനോട് ഹിന്ദി ആയിട്ടുള്ള ഒരു കണക്ഷൻ വരണേ. ആ ബോധം വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ ജോലിക്ക് ഒരു 30 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഹിന്ദിയിൽ ചടഞ്ഞുകൂടി, അവിടെ മലയാളത്തിൽ ചടഞ്ഞുകൂടി, അവിടെ പിന്നെ 2 ദിവസത്തേക്ക് ഒരു 5 വർഷത്തേക്ക് ജോലിക്ക് പോയിട്ടോ. അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണോ ഉദരത്തിൽ കിടന്ന ഓരോ വയസ്സ് ഉയരം തോറും ശരീരത്തിൻ്റെ ഫേസിൻ്റെയും മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടുത്തെ റെയിൻഫോൾ, അവിടുത്തെ മണം, അവിടുത്തെ വെസ്റ്റേൺ ടൈപ്പിലുള്ള സ്മെല്ലുകൾ അതൊക്കെ കണ്ടുവരുന്നതും അത് വേറെ ടൈപ്പിലല്ല വളർന്നു വരുന്നത്. അവിടുത്തെ ലാംഗ്വേജ് കേട്ട് വളരുന്നതും വ്യത്യാസമല്ലേ. അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുവരുന്നതും ഒരു സമയത്ത് അവിടുത്തെ മ്യൂസിക്കും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ടൈപ്പ് ഫുഡൊക്കെ കഴിച്ച് വരുന്നത് പ്രത്യേക സമയം അവിടെ പുറത്ത് ഹിന്ദി അവിടെ നിന്ന് വരുന്നതാണെങ്കിലും ഞാൻ അങ്ങനെ കണ്ടുവരുന്ന വ്യത്യാസമില്ലേ. ആരെന്നോട് ഹിന്ദി സംസാരിക്കണമല്ലോ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. ഏതെങ്കിലും ആരോട്ടിച്ചാലും കള്ള് കുടിച്ചിട്ടൊക്കെ അടിച്ച് 30 വർഷത്തിൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് 2 ദിവസത്തേക്ക് ടൂർ പോകണ പോലെയാണത്. അല്ലെങ്കിൽ കുരിച്ച് ചെയ്യാനായിട്ട് എനിക്കെന്താ ബന്ധം? വെണ്ടൂർ എവിടെ കിടക്കണം? വെണ്ടൂരും പുതുക്കാടും വെണ്ടൂരും പുതുക്കാടും ചിമിനി ഡാമും ആ റൂട്ടും ആമ്പലൂരും വരന്തരപ്പള്ളിയും പാലപ്പള്ളിയും വേലുപ്പാടം കിടക്കുന്നത് വേറെ ഭാഗം, മാനമംഗലം വെട്ടുകാടും പിന്നെ ബാക്കിയുള്ള മാരോട്ടിച്ചാലും വേറെ ഭാഗം. അത് പീച്ചിക്ക് അടുത്ത് കിടക്കണു. ഇത് ഇവിടെ കിടക്കണു എറണാകുളം പുതുക്കാട് ഇരിഞ്ഞാലക്കുട സൈഡിൽ കിടക്കണു. ഈ മൂപ്പിളിയും വേലുപ്പാടും ചിമിനി ഡാമും പാലപ്പള്ളിയും വെണ്ടൂരും അന്നംപേട്ടയും ശ്രീകൃഷ്ണപുരവും വട്ടനാത്രയും ആ രീതിയിൽ അവരവിടെ കിടക്കണം. എനിക്ക് അവിടെ പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് കട അപ്പം മനസ്സിലാവും. ഈ വീഡിയോ പോലെ ഞാൻ കണ്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല ആരൊക്കെ എന്തൊക്കെയാണ് അവിടെ ചെയ്യണതെന്ന്. വരാക്കര, വരന്തരപ്പള്ളി, പള്ളിക്കുന്ന്, പാലപ്പള്ളി ഈ റൂട്ട് എവിടെ കിടക്കണു? പീച്ചി ഡാമിൽ കിടക്കണ റൂട്ട് എവിടെ? വേറെ സ്ഥലത്ത് എന്തൊക്കെയോ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിശേഷിയില്ലാന്ന് നിങ്ങൾക്ക്. കൊച്ചിയുടെ അടുത്ത് നടക്കണ ഈ പുതുക്കാടും വെണ്ടൂരും അമ്പലൂരും വരന്തരപ്പള്ളിയും ചിമിനി ഡാമും ഈ പുതുക്കാടും ഇരിഞ്ഞാലക്കുടയും ടച്ചായിട്ട് പോണതും ആ പീച്ചി ഡാമിൽ കിടക്കണ മാരോട്ടിച്ചാലും മാനമംഗലത്തിൽ കള്ളം കുടിച്ചിട്ട് കടിച്ച് നടക്കണവർ ഛർദ്ദിച്ച് നടക്കണവർക്കായിട്ട് എന്ത് ബന്ധം? പുതുമയുടെ കാണുന്നത് ഇങ്ങനെയല്ലേ വരണേ. ഫ്രീ ട്രെയിൻ ഒരു പേരിന് വിലായിൽ ജനിച്ചിട്ട് അവിടെ നിന്ന് കടന്ന് വരണം. ഹിന്ദി പറഞ്ഞ് അവിടെ ചടഞ്ഞുകൊണ്ടിരിക്കേണ്ട. വെണ്ടൂരിന് മാമോദിസ നിർബന്ധിപ്പിച്ച് ചെയ്യണോ? അത് തീർന്നു. വെണ്ടൂർ കഴിഞ്ഞ് പിന്നെ ട്രെയിൻ യാത്ര തന്നെയല്ലേ. അതായത് 6 മാസത്തേക്ക് 1 വയസ്സത്തേക്ക് ഞാനത് വേറെ വല്ല ഇവിടെ മലയാളത്തിൽ ചടഞ്ഞുകൊണ്ടിരിക്കണം, ഹിന്ദി ചടങ്ങ് എപ്പോഴും ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും.
അത് ഫ്രീ ട്രെയിനിലെ യാത്രയാണ്. അത് എല്ലാത്തിനും വ്യത്യാസം ഉണ്ടല്ലോ, കാശ് കൊടുത്ത് പോകുന്നതല്ല. അത് മനസ്സിലാക്കാനുള്ള ബോധമല്ലേ. അല്ലെങ്കിൽ പറഞ്ഞു നിങ്ങളുടെ ഏതോ പെൻഷൻ കിട്ടാത്ത അപ്പനും തള്ളയ്ക്ക് ഫ്രീ ട്രെയിനിൽ റെയിൽവേസിലും ബാങ്ക് അങ്ങനെയാണ് വർക്ക് ചെയ്യുക. ഒരു കണക്ഷൻ വേണ്ട. അവരാണ് മാരോട്ടിച്ചാൽ ചോദിച്ചാൽ വേറെ വേർഡ്സും നമ്പേഴ്സും അവരുടെ പള്ളിയുടെ പേര് വേറെ, അങ്ങനെയൊക്കെ വേറെ വ്യത്യാസമല്ലേ. ഈ വെണ്ടൂരും പിന്നെ ആമ്പലൂർ കിടക്കണം പുതുക്കാട് കിടക്കണവരായിട്ട് എന്തൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കിടക്കണത് ഇവിടെ യഹൂദിയരുടെ കൊച്ചി തൃശ്ശൂർ നിന്ന് മാറി വരണവർ, ഈ കൊച്ചി പുതുക്കാടിനടുത്ത് കിടക്കണവർ, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട ആ സ്ഥലം കിടക്കണവരും, അല്ലെങ്കിൽ വേലിപ്പാടവും ചിമിനി ഡാം പാലപ്പള്ളി വരന്തരപ്പള്ളിയുടെ അടുത്ത് കിടക്കണവരും വേറെ ടൈപ്പ് രീതിയിൽ ആദിവാസി മോന്തമുള്ളവർ ജനിക്കാം, വെളുത്തു ഉയരത്തിലുള്ളവർ ജനിക്കാം. യഹൂദിയരുടെ ജീൻസ് വഴി ഇവിടെ സ്പൈസ് ട്രേഡിങ്ങിന് വന്നവർ 1st സെഞ്ചുറി 15th സെഞ്ചുറി വരെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അവിടെ അവരുടെ സിനിമയിൽ ഗോവയിൽ പോർച്ചുഗീസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയതുകൊണ്ട്, കൊങ്കണി ലെറ്റേഴ്സ് ആയതുകൊണ്ട് മറാഠിയിട്ട് ഒരു ബന്ധമില്ല. അവരുടെ 2.5 മണിക്കൂറിൻ്റെ സിനിമകൾ ഇറക്കണല്ലേ. അപ്പോൾ ആ രീതിയിലല്ലേ പോണത്. അപ്പോൾ ശരിക്കുള്ള കാര്യം പറയുമ്പോൾ അതിനെ അവഗണിച്ച് കളയാണ്ട് അത് മനസ്സിലാക്കി മാറാൻ പഠിക്ക്. നിങ്ങളതിൽ പെണ്ണ് ക്ഷീണം, പെണ്ണുങ്ങളും അബോർഷൻ പിൽസും വർഷം നടക്കണവർ, ഇത് അബോർഷൻ നടക്കണവർ പറയും, പ്രഗ്നൻസി നടക്കണവർ. ആ ബോധം ഇല്ലാത്തത്. നിങ്ങളുടെ വിഡിത്തം പല ശബ്ദങ്ങളും പലയിടത്തും വേറെ സ്ഥലത്തുണ്ടാവും. അത് നിങ്ങളുടെ വിഡിത്തം മാറ്റാൻ പറ്റാണ്ട് നിങ്ങൾ വിഡിത്ത രീതിയിൽ ഒരു നിരന്ന് കൂട്ടി വാങ്ങാനായിട്ട് തിടുക്കം കാണിക്കുന്നത്. അത് എനിക്കെങ്ങനെ ഇടക്കൊള്ളണേ? എനിക്ക് അങ്ങനെ കൊള്ളട്ടെ. ഞാൻ എത്ര വർഷം മുമ്പ് ഞാൻ കുടിച്ചിട്ട് നടക്കണം? ഞാൻ എത്ര വർഷം മുമ്പ് ഗുഡ് കഴിച്ച് നടക്കണം? അതൊന്നും എനിക്കില്ലല്ലോ. നിങ്ങൾ വീട്ടിൽ അനിയന്മാർ കമ്പയർ ചെയ്യണ പോലെ നിങ്ങൾ വിചാരിച്ചു 25 വയസ്സിൽ ഞാൻ കുടിച്ച് ഡ്രഗടിച്ച് ഞാൻ ക്യാൻസർ രോഗം പിടിച്ച് ചാവുന്നു. ഞാൻ ചത്ത 25 വയസ്സ് എവിടെ കിടക്കണം? 35 വയസ്സ് എവിടെ കിടക്കണം? 15 വയസ്സ് എവിടെ കിടക്കണം? ഞാൻ 112 വയസ്സ് വരുമ്പോൾ 65 വയസ്സ് എവിടെ കിടക്കണം? ആ ജീവിക്കുന്ന പറഞ്ഞാൽ ജീവിക്കുന്നല്ല പറയണേ. ഇവിടെ ആര് ദേഷ്യത്തിൽ പറയണേ? ദേഷ്യം വരണവരും വിഷമം വരണവരും അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിരിക്കും പലരെ കുറിച്ച്. അതിന് കുടിച്ച് ഡ്രഗടിച്ച് അവരതിന് കുടിച്ച് ഡ്രഗടിച്ച് നടക്കും. അപ്പോൾ എനിക്ക് ശരി വരാം. നിങ്ങൾ കുടിച്ച് ഡ്രഗടിച്ച് നടക്കണം, നിങ്ങൾ തലങ്ങുമേൽ കെട്ടണം, നിങ്ങൾ ബോധം കെട്ട് വീഴണം ഫ്ലാറ്റായിട്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് തന്നെ? ഞാൻ പറഞ്ഞു നിങ്ങൾ വെടുത്താൻ മാറ്റാൻ പറഞ്ഞു. പക്ഷെ നിങ്ങളും ആ ഹിന്ദിക്കാരും മലയാളികളെ പോലെ ഏതോ സ്വപ്ന ലോകത്ത് ഏതോ വെഡികളെ സ്വപ്നം കണ്ടിരിക്കുകയാണ്. അതെന്താ നിങ്ങൾക്ക് മാറാൻ പറ്റും? കുറേ ജപ്പാനീസ് മോന്തിയുള്ളവരുണ്ട്. അതെന്താ മനസ്സിലാക്കാൻ ഒരു മുഖം കണ്ടാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്നത്? ഇവരുടെ വിൻസെൻ്റ് അവരൊക്കെ മോന്ത കണ്ടറിയാം ശരിക്കും ചൈനീസ് വേറെ ടൈപ്പാണെന്ന്. അവർ കണ്ടറിയാം കുരുട്ടും. അവർക്ക് വേറെ വിടർന്ന ടൈപ്പ് വേറെ മുഖമൊന്നും വരില്ല. അവരുടെ ചൈനീസ് എവിടെ കിടക്കണം, ജപ്പാനീസ് അവിടെ ഈസ്റ്റ് ഇന്ത്യയിലായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറയുമ്പോൾ ഇവിടെ വെസ്റ്റായിട്ട് ഇങ്ങനെ വരണമെന്ന് പറയുമ്പോൾ അറേബ്യൻ സീ കൊങ്കണ്ടാക്കി ഇവിടെ വരണമെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ബുദ്ധിയില്ലേ? അതെങ്ങനെ ചെറിയ കാര്യം മനസ്സിലാക്ക്. ഈസ്റ്റ് ഇന്ത്യയിലും ചൈനയിലാണോ കൊങ്കൺ റെയിൽവേ കിടക്കുന്നത്? എന്താ ഈ ബുദ്ധി ഒതിക്കാത്ത എന്തോ കുടിച്ച് ഡ്രഗ് അടിച്ച് 25 വയസ്സ് മരവിച്ച ആന്ധ്രയിൽ കടന്നവരൊക്കെ പോലെ എന്തോ ഒരു വൃത്തികെട്ട രീതിയിൽ ഇരിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലാണോ യഹൂദിയർ കൊച്ചിയിൽ വന്നിറങ്ങിയത്? ഒരു ബുദ്ധിബോധം വേണ്ട. ആരെന്താന്ന് വ്യത്യാസം മനസ്സിലാക്കാതിരിക്കാൻ. എല്ലാം വേണം. കുറേ പേര് ഈ ജൂയിഷായവരും പലരും പണ്ട് തൊട്ട് ചിലവർ യഹൂദിയരും അതായത് ക്രിസ്ത്യാനിയായവരും തോമസ് പറഞ്ഞിട്ട് ചിലർ പുറത്തേക്ക് ഹിന്ദു ആവാൻ പോയിട്ടുണ്ടാവും. സംവിധാനം അവർ കല്യാണം കഴിക്കും മുസ്ലിം ആവാൻ പോയിട്ടുണ്ടാവും. അങ്ങനെ പലരും പല സെഞ്ചുറി ഒരു 10 സെഞ്ചുറി 15 സെഞ്ചുറി മുമ്പ് ആന്ധ്രയിലൊക്കെ പോയവരുണ്ടാവും. അങ്ങനെ അവർക്ക് ഉയരമുള്ള ശരീരം കിട്ടുന്നത് വേറെ ടൈപ്പിലുണ്ടാവും. അവർ മുസ്ലിംസാണ്, അവർ ചിലപ്പോൾ ഹിന്ദുസ് ആയിരിക്കും, അവർ ചിലപ്പോൾ താഴ്ന്ന ജാതിക്കാർ റോമൻ കാത്തലിക്സ് ആയിരിക്കും. അത് നമ്മളെന്താ ചെയ്യേണ്ടത് ഇവിടെ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ധൈര്യം ഇല്ലാണ്ട് ഒരു ഗ്രൂപ്പിൽ വെഡ് ഗ്രൂപ്പിൽ ഇരിക്കണം ഭേദം ധൈര്യമായിട്ട് സ്വന്തം കാര്യം മനസ്സിലാക്കി ആരെയും മനസ്സിലാക്കിയിരിക്കുന്നതാണ്. ഇരിക്കുന്നതല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ 23 കിലോമീറ്റർ നടക്കണമെങ്കിലും ഒരു 650 കിലോമീറ്റർ കാർ ഓടിക്കണം, കുറച്ച് സമോസ 3 സമോസ കയ്യിൽ പിടിച്ച് കഴിക്കണമെങ്കിൽ അത് നല്ല കോൺസെൻട്രേഷൻ ആയിരിക്കും. നല്ല ധൈര്യത്തോടെ പോകണ്ടില്ല. എത്ര ഇരുട്ടത്താണെങ്കിലും എത്ര ബൈക്ക് ഓടിക്കുകയാണെങ്കിലും ആ ഒരു ലെവലപ്പിൽ നല്ലൊരു പേസ് വെച്ച് നടക്കാൻ പഠിക്കും. അയാളുടെ ഇളം പ്രായത്തിൽ ജനിച്ച കാര്യം ഇവിടെ പറയണം. അയാളുടെ വയസ്സായി ജനിച്ചതല്ല, കന്യകയിൽ ജനിച്ചതല്ല എന്ന് പറയുന്നുണ്ട്. എലിശാമയുടെ കാര്യം പറയുന്നുണ്ട്. സക്കറിയെന്നും എലിശാമയെന്നും ഉണ്ടായ യോഹനാനുണ്ടായതും യേശുവിനും തൊട്ട് മുൻപുണ്ടായതും ആ രീതിയിൽ പറയണേ. വയസ്സായി ജനിച്ചതല്ല, കന്യകയിൽ ജനിച്ചു, കടിഞ്ഞൂലായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് അങ്ങനെയാണ് കന്യകയിൽ. അതുകൊണ്ട് കുറേ ഡോക്ടേഴ്സ് പറയും കന്യകയിൽ ജനിച്ചു അത്ഭുതം എന്ന് പറഞ്ഞ് വിടുത്തം കാണിച്ച് വരുമ്പോഴാണ് പോലെയല്ലത്. അപ്പോൾ കന്യകയിൽ ജനിച്ചു യേശു പേരിടണമെന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് ഒരു ഗ്രൂപ്പിൽ ഇരിക്കണം. കാരണം ഒരു നിക്കോദമസ് എന്ന യോസഫിൻ്റെ ടോംബിൽ
ഗാർഡനിൽ റോമൻസിന് കാവലാളിൽ ചെയ്തു. എന്നിട്ട് എന്താ കാവലായി ചെയ്തിട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, ഏഞ്ചൽസ് തന്നെ ഒരു മനുഷ്യനാണ്, അവൻ ഉയർത്തു എന്ന് പറയുന്നത്. അവൻ മരിച്ചിട്ടില്ല, ജീവിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് ബോധം അടിയേൽപ്പിച്ചാൽ പിടിച്ച് മിണ്ടാണ്ട് ഉറങ്ങിയത്. ഉറങ്ങാന്ന് പറഞ്ഞില്ലേ മറ്റേ ജയറോസിൻ്റെ മുളക്, ഉറങ്ങാണ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ പോലെ മരവിച്ച ശരീരം അത് ഉയർത്തെഴുന്നേറ്റ് വരണ രീതി, മുറിവുണങ്ങി. ആ മുറിവുണക്കണ ഇതുകൊണ്ടാണ് തുണി കെട്ടി വെച്ചാണ് ഈജിപ്ഷ്യൻ മമ്മി പോലെ. അപ്പോൾ അത് തുറന്ന ടോമ്പിൽ എന്താ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മനസ്സിലാക്കുന്നുള്ളതുകൊണ്ട് ആൾ ബോധം കെട്ട് അടിയേറ്റ് തലയിലും അടിയേറ്റ് വീണില്ല. അത് 3 ദിവസം കഴിഞ്ഞാൽ എല്ലാം ടയേർഡ്നെസ് മാറി ഉയർത്തെഴുന്നേറ്റ രീതിയാണ് പറയണത്. എന്നിട്ട് ആ ഒരു പെന്തക്കോസ്ത് നാളിൽ അവർ കൂട്ടം കൂടി പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരും എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയി അവിടുത്തെ ഇവൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഉയർത്തിച്ച് ഇവനെ ഗോഡ്സ് ഓൺ കൺട്രി, ഹെർമൻ ഗുണ്ടർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോഡ്സ് ഓൺ കൺട്രി പറയല്ലോ. യഹൂദിയർ ഇവിടെ ജീൻസ് കൊണ്ടാക്കി സ്പൈസ് ട്രേഡിങ്ങിന് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരാരും ഉപദ്രവിക്കാനും ജയിലിലാക്കാൻ വന്നില്ല. ബ്രിട്ടീഷുകാർ ഓടിപ്പിച്ചത് നന്നായി, ഓക്കെ. അവർ ജയിലിലാക്കാനും പീഡിപ്പിക്കാനും വന്നതുകൊണ്ട് സോപ്പ് ഇട്ടിട്ടാണെങ്കിലും മഹാത്മാഗാന്ധിജി ആണെങ്കിലും ഏത് കുട്ക കഴിച്ച് നടക്കണ പല്ല് ദ്രവിച്ചിരിക്കണ മഹാത്മാഗാന്ധി ആണെങ്കിലും. അപ്പോൾ അതല്ലേ പറയണത് ഇവിടെ. അപ്പോൾ പോർച്ചുഗീസുകാരനെ പോലെ യഹൂദിയർ പോലെ സമാധാനത്തോടെ ജീൻസ് മൾട്ടിപ്ലൈ ചെയ്യാനും ഇന്ത്യയിൽ താമസിക്കാനൊക്കെ വന്നത്. അവിടുത്തെ വേറൊരു സ്ഥലം മാറിയിട്ട് അവിടുത്തെ യുദ്ധകലാപ സ്ഥലമൊക്കെ മാറ്റിയിട്ട് യഹൂദിയർ എന്തുകൊണ്ട് വന്നു, സമാധാനമായിട്ട് വന്നതാണ് സ്പൈസ് ട്രേഡിങ്ങിന്. അതുപോലെ അവർ തോമസും ബാക്കിയുള്ള ശിഷ്യന്മാരും പല ഗ്രീക്ക് സ്ഥലത്തും കൊറിന്ത്യയിലും മാൾട്ടയിലും അതുപോലത്തെ പല സ്ഥലങ്ങളും പോയതെന്തുകൊണ്ടാണ്, റോമിലും അവിടെ ചെന്ന് പ്രസംഗിച്ചതെന്താണ്, അവർ തലവെട്ടി കൊന്നു. അത് വേറെ തോമസിന് അങ്ങനെ ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്തോ അങ്ങനെയാണ് പീഡിപ്പിച്ച് കൊന്നതാണ് അവിടുത്തെ രാജാക്കന്മാർ, കേരളത്തിലുള്ളവർ അന്നത്തെ. അപ്പോൾ അവിടെ വന്ന് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കൊണ്ടതാണ്. ഉയർപ്പിച്ചതും എല്ലാം മനസ്സിലാക്കി അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ബൈബിളിൽ എഴുതി വെച്ചണ പോലെ ഇസഹാക്കിന് പകരം യേശയ്യ പ്രവാചകൻ പറഞ്ഞ പോലെ ആയി വന്നു എന്ന് പറഞ്ഞിട്ട് കുറേ ക്രിസ്ത്യാനിറ്റികളോട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞ് 1st സെഞ്ച്വറി തൊട്ട് 20th സെഞ്ച്വറി വരെ പല ക്രിസ്ത്യൻസും പലയിടത്തും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ഇത്ര അധികം കൂടുതൽ വേൾഡിൽ മൊത്തം. പക്ഷേ റോമൻ കാത്തലിക്സും അതിൽ കുറച്ച് ശരിയായവരുണ്ടാവും. റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും ജാക്കോബൈറ്റും പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് ചെയ്യുമ്പോഴും മലങ്കരിയും സീറോ മലബാർ അതിന് എഴുതി വെച്ചിട്ടുണ്ട് സീറോ ആണ്. സീറോ മലബാറും നടന്നിട്ട് കുളിച്ചിട്ട് അടിച്ച് നടക്കുന്നവർ പലരുണ്ടാവും. അത് ബൈബിളിന് വിപരീതം ചെയ്യണവരല്ലേ, ബൈബിളിൽ അങ്ങനെ അതൊരു സാങ്ഷൻ തന്നെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചാൽ. അപ്പം നേരെ വിപരീതം ചെയ്യാൻ പാടില്ല, ജീവനില്ലാത്തത് ആരാധിക്കാൻ പാടില്ല. അപ്പം അതിന് പാപം ചെയ്യാനുള്ള സാങ്ഷന് വേണ്ടിയല്ല, ജീവനില്ലാത്തത് ആരാധിക്കാൻ വേണ്ടിയല്ല അത് പറയണേ. ഓർമ്മയ്ക്കല്ല, ജീവനില്ലാത്തതിനെ ആരാധിക്കണതിന് തട്ടിപ്പുകളും പോപ്പന് പുതിയ പറഞ്ഞു അവിടെ തട്ടിപ്പ്, അവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു, ഗ്രാവിറ്റി ഇല്ലാണ്ട് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് തട്ടിപ്പായിരുന്നു. അതൊന്നും ആരും വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണേ, അതിൽ കാര്യമില്ല. അപ്പോൾ മനസ്സിലാക്കുക, പഴകിയ സിനിമകൾ ഞാൻ അനുകരിക്കണല്ലേ. പഴകിയ ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പണ്ടത്തതൊന്നും ഞാൻ അനുകരിക്കണില്ല. പുതിയത് 91 തൊട്ടാണെങ്കിലും 1990 തൊട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിലും ആർട്ടിഫിഷ്യാലിറ്റി പിന്നെ മനസ്സിലാക്കിയാലും അത് പിന്നെ തിയേറ്ററിലൊന്നും കാണണമെങ്കിലും അങ്ങനെ വരണം. പിന്നെ പഴകിയത് അനുകരിക്കണ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് വെണ്ടൂരും പേരിന് മാമന്തിസ് എന്തും പിന്നെ പേര് ജനിക്കുന്നതും അവിടെ നിന്ന് ഇപ്പോൾ ഗോവയാണ്, അവിടെ നിന്ന് വരുന്നതാണ്. അവിടെ ഹിന്ദിയൊന്നും പറയിപ്പിക്കണല്ലേ. അപ്പോൾ കുരേശ്വരം ചെയ്യാരും എൻ്റെ ഇവിടെ ആരും റിലേറ്റീവ്സ് ഇല്ലല്ലോ. ഇവിടെ ജസ്റ്റ് കണ്ടുവരണവർ, പുതിയതായിട്ട് വരണവർ. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പോണത്. അപ്പോൾ മനസ്സിലാക്കാം, വാളുകൊണ്ട് വെട്ടണ പല രാജാക്കന്മാരും രാജ്ഞികളും പണ്ടേ തൊട്ടുണ്ട്. രാജ്ഞികളെയും രാജാക്കന്മാരും ഭേദാളവും രാജ്ഞിമൂമിയും മാജിക്മാരും പലരും ഉണ്ടാവും. എല്ലാത്തിനും ആരാധിക്കാൻ പോകും എല്ലാവരും. പണ്ട് ഇസ്രായേൽ സാംസൺ ഉണ്ട്, ഇസഹാക്ക് ഉണ്ട്, യാക്കോബ് ഉണ്ട്, പലരും ഉണ്ട് ഇവിടെ. പിന്നെ ഇസഹാക്ക് ഉണ്ട്, പിന്നെ പല പാതിരികളുണ്ട്, ഷൗളുണ്ട്, സോളമനുണ്ട്, നെബൂഖദ്നേസറുണ്ട്, നോഹ ഉണ്ട്, പലരില്ലേ. ഇവരെല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്, അവരാരാധിക്കുക. അപ്പോൾ ഈ രാജാക്കന്മാർ വാളുകൊണ്ട് വെട്ടി തരണവരും വാൾ വെട്ടണവരും ഇപ്പോൾ തോക്കുകൊണ്ട് വെടിയിക്കണവരും പലരും, പർവേസ് മുഷറഫും പലരും ഉണ്ടാവും, മോദി നരേന്ദ്രമോദി എല്ലാത്തിനും ആരാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വിഡിത്തങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഭേദാളത്തിനും വിക്രമാദിത്യനെയും മൂക്കും വരച്ച് സിമെൻറ്റ് കൊണ്ട് ഉരുക്കി പണത്, മെഷീൻ കൊണ്ട് ഉരുക്കി പണത്, കണ്ണ് മൂക്ക് പെയിൻറ്റ് വരച്ചത് അത് ദൈവം നല്ലത്, ജീവനില്ലാത്തൊരു വസ്തു, അതിനെ ആരാധിക്കരുത്. പിന്നെ പറയാനുള്ളത്
പിന്നെ എന്താണെന്ന് വെച്ചാൽ ബൈബിളിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ലല്ലോ അങ്ങനെ എന്തിനു വെട്ടിത്തം റിപ്പീറ്റ് ചെയ്യുന്നത്. ബൈബിളിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല ജീവനില്ലാത്ത വിഗ്രഹങ്ങളും പിച്ചള കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളെയും ഉരുക്കി മെഷീനൊക്കെ ഉരുക്കി കണ്ണും മൂക്കും പെയിൻ്റ് അടിച്ച് ആരാധിക്കണമെന്ന്. ബൈബിൾ പറയാത്ത വിപരീതമാണ് ചെയ്യുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് ജീവനില്ലാത്ത ആരാധിക്കരുത്, അത് നശ്വരമായതിനെ ആരാധിക്കരുത്, അത് അനശ്വരമല്ല, അത് തേപിടിച്ച തരത്തിന് തുല്യമാണെന്ന്. സ്നേഹിക്കാം, പങ്കുവയ്ക്കാം, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സൂക്ഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്. പക്ഷെ ജീവനില്ലാത്തത് ഉണ്ടാക്കി ഭേദാളത്തിനെയും ഉണ്ടാക്കി അമ്മൂമ്മേനെ ആരാധിക്കണം പോലത്തെ എല്ലാ കഥാപാത്രങ്ങളെ ആരാധിക്കണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ബൈബിളിൽ അവർ പറഞ്ഞിട്ടില്ലേ. അതുപോലെ കുറേ പേര് ഇവിടെ 30 വർഷം മലയാളത്തിൽ പഴകിയ സമയത്ത് ചടഞ്ഞുകൂട്ടിയിരുന്നവരും ഹിന്ദി സ്ഥലത്ത് ചടഞ്ഞുകൂട്ടിയിരിക്കുന്നവരും അവിടെ ഹിന്ദി പറയിപ്പിക്കണം. ഹിന്ദി പറയിപ്പിച്ച സ്ഥലത്ത് പലയിടത്തും 31 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ 30 വർഷം കഴിഞ്ഞിട്ട് ജോലിക്ക് പോകും. അവർ ഹിന്ദി സംസാരിക്കണം. അവരെല്ലാം വളർന്നു വരികയാണെന്ന് പറഞ്ഞാൽ ഉയരത്തിൽ വളർന്നു വരിക, അങ്ങനെ വളർന്നു വരിക, പാൽപോൽ ചെയ്യുക, അങ്ങനെ അവിടെ ഉദരത്തിൽ കിടന്ന് ഓരോ വിടർന്ന മുഖം വരിക, കണ്ട് വളരുക, അത് ആസ്വദിച്ചറിയുക. അതൊന്നും അവർക്ക് കിട്ടണല്ലേ. അവർ ജോലിക്ക് പോയി വെറുതെ 31 തൊട്ട് 40 വയസ്സ് വരെ എപ്പോഴും വളർന്നു പോയി. ഞാനും അങ്ങനെ പോവാം. പക്ഷേ എനിക്കങ്ങനെ വലിയ വളർച്ചയുടെ ഇതിൽ വരണല്ലേ. ഇത് അങ്ങനെ കവരുക. നമ്മൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ജനിച്ച് വളരും തോറും ഓരോ ഉയരം തോറും 2 അടി പൊങ്ങ, 3 അടി പൊങ്ങ, 1 അടി അല്ല 45 സെൻറ്റിമീറ്റർ 65 സെൻറ്റിമീറ്റർ പോകുമ്പോഴും അവിടുത്തെ നേച്ചറും അതൊക്കെ നമ്മൾ സ്വീകരിക്കുക, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ സ്വീകരിക്കുന്നുണ്ട്. അത് വ്യത്യാസമുണ്ട്. അവിടെ കുറേ വളർന്ന് ചടഞ്ഞുകൂടിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടെ ജോലിക്ക് പോണ പോലെയല്ല ഹിന്ദിയും മറാഠി സംസാരിച്ചത്. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ പേര് പുതുമ കണ്ടിട്ട് വളരണത്. അവിടുത്തെ സിനിമകളൊന്നും അവിടെ ഇറങ്ങണല്ലേ. പഞ്ചാബിലും പണ്ടാവും ചിലപ്പോൾ പഞ്ചാബാണ് ഗോവ, ബീഹാറാണ് ഗോവ, ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശാണ് ഗോവ, ഒറീസയാണ് ഗോവ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈസ്റ്റ് ഇന്ത്യ ആയിട്ട് അവിടെ ഒരു നോർത്ത് ഇന്ത്യ ആയിട്ട് ബന്ധമില്ലല്ലോ. ടെറിട്ടറി സ്റ്റേറ്റ് 1987 ഇപ്പോഴത്തെ പോണ പോലെയല്ല. ജോലിക്ക് പോകുമ്പോൾ പലരുണ്ടാവും. സിനിമകൾ അവരുടെ പഞ്ചാബിലൊക്കെ അവരുടെ ലാംഗ്വേജിൽ സിനിമ ഇറങ്ങണ പോലെ 2.5 മണിക്കൂറിൻ്റെ 3 മണിക്കൂറിൻ്റെ സിനിമ അവർ ഇറക്കില്ല, ഇനി ഇറക്കില്ല. എന്നുവെച്ചാൽ അവരുടെ പോർച്ചുഗീസ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലെറ്റേഴ്സ്, കൊങ്കണി ലാംഗ്വേജ് എന്ന് പറഞ്ഞ പ്രത്യേകത ഉണ്ട്. 7 സെഞ്ചുറി വരെ 700 വർഷം മുമ്പ് അവിടെ വന്നവർ പുതുമയോടെ കണ്ട് ക്ലീനായിട്ടിരിക്കുന്ന സ്ഥലമാണത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ പുതുമ ഒന്നും അറിവില്ലാണ്ട് ഓരോന്നും പറയരുത്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു തീർന്നുള്ളൂ. മുംബൈ എന്ന് പറഞ്ഞത് വൃത്തികെട്ട ഏതോ സ്ഥലം. അതൊരു പ്രത്യേക വേറെ ടൈപ്പ് മഴയും കാലം. അത് ഗോവയായിട്ട് ഒരു ബന്ധമില്ല. ഈ മുംബൈ ആണ് ഗോവ എന്ന് പറഞ്ഞു ഞങ്ങൾ. അവിടെ മറാഠി വേറെ ഭാഷ, മറാഠി കൊങ്കണിയായിട്ട് ഒരു ബന്ധമില്ലല്ലോ. കൊങ്കണി പോർച്ചുഗീസ് ലാംഗ്വേജ് കലർന്നത് വരുന്നുണ്ട്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യയിലെല്ലാം സംസാരിക്കുന്നത് അത് വരുന്നു. അവിടെ കോളനൈസേഴ്സ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. മറാഠിയിൽ ആരാടാ പോർച്ചുഗീസും ഇംഗ്ലീഷ് ലെറ്റേഴ്സും കണക്ട് ചെയ്യുന്നത്? ഒരു ബോധം ബുദ്ധി വേണ്ടത്. എന്നിട്ട് അവരുടെ ഭാഷ ഉണ്ടിറങ്ങിയ അങ്ങനെയൊക്കെ സംസാരിക്കാൻ. ഇത് ബ്രസീലും പോർച്ചുഗീസും തമ്മിൽ കലർന്ന വേറെ ടൈപ്പ് സംസാരം. അത് കേട്ട് വരുന്ന വ്യത്യാസമുണ്ട് ചെറുപ്പത്തിന് മുതൽ. അവിടുത്തെ ചുറ്റും പരിസരവും കണ്ട് വളരുന്നതും പ്രത്യേക കളർഫുൾ ആയിട്ടുള്ള സീയും കണ്ടുവരുന്നത് വ്യത്യാസമുണ്ട്. മുംബൈ എവിടെ കിടക്കണം, ഗോവ എവിടെ കിടക്കും. മുംബൈയും അവിടെ വൃത്തികെട്ട ഒരു അന്തരീക്ഷമാണല്ലോ. പോയി കണ്ടറിയാം. കുറേ ഹിന്ദി സംസാരിക്കണവരും മറാഠി സംസാരിക്കണവരും പഞ്ചാബി സംസാരിക്കണവരും പല ഫ്രോഡ് തരം അവിടെ കാണിക്കുന്നുണ്ട്. ഗോവയിൽ അങ്ങനെ വലിയ ക്രൈം റേറ്റ് ഒക്കെ വളരെ കുറവാണ്. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാവാം. ഗോവ ചെറിയൊരു വട്ടം പിടിച്ച സ്ഥലം, റൗണ്ട് സ്ഥലം എന്ന് പറയാം. അല്ലാണ്ട് വടുക്കരയിൽ ജനിച്ചവരും അതൊന്നും അവിടെ വരണല്ലേ. വടുക്കരയിൽ മാമോദീസ അവിടെ വളർന്നത്. ഇത് അവിടെ 3 ദിവസം ഫ്രീ ട്രെയിനിൽ യാത്ര 5 മാസത്താക്കുമ്പോഴേക്കും നിർബന്ധിച്ച് മാമോദീസ ചെയ്യാൻ കൊണ്ടുപോവാണ്. ജനുവരി 14 6 മാസത്താക്കി. അപ്പോൾ ട്രെയിനിൻ്റെ കടകട 3 ദിവസം പഴയ ട്രെയിൻ, അതൊക്കെ ഞാൻ പറഞ്ഞു. അതിന് ഗോവയിൽ വീണ്ടും വരുന്നതും ഉത്തരത്തിൽ കടന്ന് അതൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മുംബൈ മഹാരാഷ്ട്രയെ കുറിച്ച് ഞാൻ അറിയണം കൂടിയില്ല അന്നും, ഇന്നും അറിയണല്ലേ. അതേതോ സ്ഥലം, രാജസ്ഥാൻ എവിടെ കിടക്കണം, ഗുജറാത്ത് എവിടെ കിടക്കണം, അതൊക്കെ വേറെ 2350 കിലോമീറ്റേഴ്സ് പാകിസ്ഥാനൊക്കെ അടുത്ത് കിടക്കണം. നോർത്ത് ഇന്ത്യയും ഈസ്റ്റ് ഇന്ത്യയും അവിടെ അവരുടേതായിട്ട് സിനിമകൾ ഇറങ്ങും. നിങ്ങൾ അതാണ് ഗോവ ഇതാണ് ഗോവ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പണ്ടാരത്തിലല്ല പോർച്ചുഗീസ് ലാംഗ്വേജും കൊങ്കണി കലർന്ന് ഹിന്ദുസ് മുസ്ലിംസിൻ്റെ കാര്യം ഞാൻ ഇവിടെ പറയണല്ലേ. ആന്ധ്രാപ്രദേശും ഈസ്റ്റ് ഇന്ത്യയുടെ കാര്യം ഇവിടെ പറയണല്ലേ. ഇത് പ്രത്യേക ഒരു വെസ്റ്റേൺ ടൈപ്പുള്ള കളർ ഡ്രസ്സ് ഇട്ട് അന്നേ തൊട്ട് പുതുമയോടെ വരണ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടില്ലേ, അല്ല ഇറങ്ങിയ ആ ടൈപ്പിൽ അവിടെയൊക്കെ വലിയ വലിയ ഷിപ്പുകൾ ഇറങ്ങും. അതൊന്നും ബാക്കി ഇംഗ്ലീഷ് സ്ഥലത്ത് ബാക്കി ഇന്ത്യ സ്ഥലത്തിൽ ഇറങ്ങണല്ലേ. അന്ന് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ് കോളനി ആയതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ലേ പണ്ട് 7-8 സെഞ്ചുറിക്ക് മുമ്പ് വന്നവർ. എന്നുവെച്ചാൽ പോർച്ചുഗീസ് കോളനിയിൽ അവിടെ വലിയ വലിയ അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസുള്ള ടൈപ്പ് ഷിപ്പ് ഇറങ്ങും. അവിടുത്തെ ക്രൂസ് ഷിപ്പ്, അവിടുത്തെ പനാജി, അവിടുത്തെ സീ പോർട്ടിൽ പറഞ്ഞ പോലെ വേറെ ഒരു ഭാഗത്തുമില്ല. മുംബൈയിൽ വരെ അല്ലേ. അപ്പോൾ മുംബൈയിൽ വരുന്നത് കാർഗോ ഷിപ്പ് അങ്ങനെ വരുന്ന ടൈപ്പല്ല.
അതൊക്കെ ഒരു തരം എന്താ പറയുക പാർട്ടി ലൈഫ്, അല്ലെങ്കിൽ എന്താ പറയുക അതിനെ ഒരു മോഡേൺ ടൈപ്പുള്ള കളർഫുള്ളായിട്ട് ഡ്രസ്സ് കണ്ടുവരുന്നതും ഇവിടുത്തെ ഉണക്കപ്പിടിച്ച സ്ഥലത്ത് ഞങ്ങളൊന്നും കാണണ്ട അവിടെ പിന്നെ ഞങ്ങൾ വരുന്നതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇൻസ്പിറേഷന് വേണ്ടി അങ്ങനത്തെ സിനിമകൾ ഇറങ്ങിയെന്ന് വിചാരിക്കും 91 തൊട്ട് 2005 വരെ മലയാളത്തിലായാലും ഹിന്ദിയിലായാലും. പക്ഷെ അത് ഗോവയുടെ ഒരു പ്രത്യേക പാർട്ടി മ്യൂസിക് കേട്ട് അറിയാം. ഇപ്പോൾ കുറേ സിനിമകളുണ്ടല്ലോ, ഷാറുഖ് ഖാൻ്റെ ചില സിനിമകളുണ്ട് ഫേക്ക് പേരാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോവണ്ട് ഒരു ചന്ദ്രലേഖലത്തെ മ്യൂസിക് കേട്ടുണ്ടോ, അങ്ങനെയൊക്കെ വരണത് അതൊക്കെ ആ ടൈപ്പ് നരിയ പിന്നെ അങ്ങനത്തെ കുറേ ഷാറുഖിൻ്റെ ഇതിൽ ദാറ്റ്സ് ദ വേ. ആ പാർട്ടി ടൈപ്പുള്ള മ്യൂസിക്കൊക്കെ പിന്നെ വരണേ. ആ കണ്ട മനസ്സിലാവും 1987 വരെ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഹിന്ദി സിനിമ അത് കാണാറില്ല, അപ്പോൾ ഞാൻ മ്യൂസിക് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ എന്നിട്ട് സിനിമയുടെ പേര് നമസ്തേ ലണ്ടനാ, ഇതിൻ്റെ വേറൊരു സിനിമ ഇറങ്ങി അതല്ല, അതൊക്കെ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇറങ്ങിയ സിനിമകളാണ്. അതല്ല ഒരു ഷാറുഖ് ഖാൻ്റെ ഒരു സിനിമ കല്ലോല ഏതാണോ, എനിക്ക് ആ സിനിമകളൊന്നും കാണാറില്ല, ഷാറുഖ് ഖാൻ്റെ സിനിമകളെ കാണാറില്ല, ഫേക്ക് പേരുകളായതുകൊണ്ടോ റുഖ് ഖാൻ, കോനിക്കാടൻ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അത് മ്യൂസിക് എന്നൊക്കെ പറഞ്ഞുള്ള മ്യൂസിക്കൊക്കെ ഈ ഗോവയുടെ പാർട്ടി ലൈഫ് പണ്ടേ തൊട്ട് 7 സെഞ്ചുറി തൊട്ടുള്ള മ്യൂസിക് അവിടെ അടഞ്ഞുകൂടിയിരിക്കുന്നത് 1987 വരെയൊന്നും അങ്ങനെ വന്നിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജനിച്ചിട്ട് 1987 സ്റ്റേറ്റ് ആയിട്ട് ഗോവ സ്റ്റേറ്റ് ആയിട്ട് 1988 കഴിഞ്ഞ് 1990 വേണ്ട 1991 കഴിഞ്ഞ് മലയാളം ഹിന്ദി ആയിട്ട് കണക്ഷൻ വരുന്ന ബോളിവുഡ് മ്യൂസിക് കേട്ട കണ്ടറിയാം. അത് പ്രത്യേകിച്ച് മാറ്റം. അല്ലാണ്ട് പഴയ അമിതാഭ് ബച്ചൻ്റെ നിങ്ങൾ അവരുടെ ഇതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കണതിന് കറക്റ്റ് ഉണ്ട്. അവരുടെ ഫേക്ക് പേരുകൾ അമിതാഭ് ബച്ചൻ കൂടി അവരുടെ പേരുകളല്ല. അവരുടെ സിനിമകളെ ഞാൻ കാണാൻ പറഞ്ഞില്ല, അവർ വലിഞ്ഞ മോന്തി വെച്ച് കൈയടിച്ചിട്ട് ഗുഡ്ക്കും ബീഡി വലിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ക്രിക്കറ്റിൽ? ഞാൻ ഇതിനെ ഒന്നും കൈയടിക്കാൻ പോയിട്ടില്ലേ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ചെയ്യാത്ത കാര്യം ചെയ്തില്ല എന്ന് പറയും. അപ്പോൾ വിഡ്ഢികളെ പോലെ പെരുമാറാതിരിക്കാൻ ശ്രമിക്കും. വിഡ്ഢികളെ പെരുമാറിയായിരുന്നു കുട്ടി വാങ്ങുന്നതല്ല പെരുമാറ്റം എന്ന് പറയുന്നത്. അത് എന്നോട് ചോദിപ്പിക്കാതെ ഇതാണോ നിങ്ങളുടെ പെരുമാറ്റം എന്ന്. അപ്പോൾ കാട് മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ ഹിന്ദി ഒന്നും അവിടെ പറയിപ്പിക്കണില്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം. പിന്നെ പറയുകയാണെങ്കിൽ പോർച്ചുഗലും സ്പെയിനും ഇസ്രായേലും മെഡിറ്ററേനിയൻ ഇപ്പോൾ നെഗവ് ഡെസേർട്ട്, ജോർദാൻ ഡെസേർട്ട്, സീനായ് ഡെസേർട്ട് എമൗണ്ട് ഈ ഗൾഫ് കൺട്രീസിന് ഏർപ്പെട്ട് ഒരു വി ഷേപ്പിൽ നെഗവ് ഡെസേർട്ട്, ജോർദാൻ, ആ ഇസ്രായേൽ, യെറുഷലേം കിടക്കുന്നത്. സ്പെയിനും പോർച്ചുഗലും അന്ന് അവർക്ക് അറിയില്ലല്ലോ, ആ ഭാഗത്തേക്ക് പോയിട്ട് മെഡിറ്ററേനിയൻ സീയുടെ അപ്പുറത്ത് സ്പെയിനും പോർച്ചുഗലും ഇസ്രായേലും ഈ ഭാഗത്ത് താഴെ കിടക്കണ വി ഷേപ്പ് കിടക്കണത് അടുത്തടുത്തായിട്ട് കിടക്കണേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാൻ എന്താ വ്യത്യാസം. അതുമല്ല ഇതിങ്ങനെ പറയാനായിട്ട് നിങ്ങൾ ഒരു കാര്യം മുഖത്തേക്ക് സംസാരിക്കണല്ലേ. ഒന്നാമത് എപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക അവരോട് വേറെ നിങ്ങളുടെ കാര്യങ്ങളെങ്കിലല്ലേ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ സ്പേസ് വെച്ച് നടക്കണു. നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യും, പറ്റാവുന്നത് വിഡിത്തത്തിൽ ചെയ്തിരിക്കും. അത് ബാക്കിയുള്ളവർ അവർ ഇതാവുമ്പോൾ എപ്പോഴും ആരോട് സംസാരിച്ചിരിക്കണമല്ലോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞു നടക്കണല്ലേ, മനസ്സിലാക്കാൻ പഠിക്കുക. അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ചെറുപ്പത്തിൽ മുതലുള്ള ഇങ്ങനെ നമ്മുടെ മുഖം അതനുസരിച്ച് പറയണേ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതായിട്ട് ഒന്നും പറയണല്ലോ. ഈ മുഖം നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നത് നിങ്ങളുടെ പാളിച്ചയാണ്, എനിക്ക് മുതൽക്കൂട്ടും ബെനിഫിറ്റ് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇതെങ്ങനെയല്ല എന്നറിയാം. അപ്പോൾ എവിടെ ഈസ്റ്റ് ഇന്ത്യയിൽ കിടക്കണ വെസ്റ്റ് ബംഗാളായിട്ട് ഒരു കൃത്രിമമായി സിനിമ പറയിപ്പിച്ച ഡയലോഗൊക്കെ വിഡ്ഢികൾ ശരിയാന്ന് ധരിച്ചിരിക്കുന്നുണ്ട്. ഇത് വെസ്റ്റായിട്ട് വരുന്നതാണ്, വെസ്റ്റേൺ സൈഡായിട്ട് വരുന്നതാണ്. അത് കണ്ടറിയാം. ഈസ്റ്റ് ഇന്ത്യ ആയിട്ട് ഒരു ബന്ധമില്ല. ഇന്ത്യയുടെ ഈസ്റ്റായിട്ട് ഒരു ഭാഗം ഈസ്റ്റ് സൗത്ത് ആകുന്ന ഒന്നും ബന്ധമില്ലല്ലോ. പോർച്ചുഗീസൊന്നും വരണമല്ലോ. പിന്നെ അങ്ങനത്തെ വരുമ്പോൾ അവർ വടുക്കരെയും അവിടെ ഹിന്ദി പറഞ്ഞ് നടക്കണവരും അവിടെ ജനിച്ചവരായിട്ട് ഒരു ബന്ധമില്ല. വീട്ടിൽ താനിയന്മാരായിട്ട് ഇവിടെ ഒരു ബന്ധമില്ല. അവരായിട്ട് അവരുടെ ജോലിയും അവിടെ പോകുന്നതും ഇവിടെ പോകുന്നതും അങ്ങോട്ട് പോകുന്നതും അവിടെ നിന്ന് വളർന്നു വരുന്നത് എന്താ ഒരു വ്യത്യാസമില്ല. അവിടെ ഹിന്ദി പറഞ്ഞ് നടന്നവർ, മലയാളം പറഞ്ഞ് പഴകിയ ചടഞ്ഞു കൂടിയിരുന്നവർ, ഹിന്ദി മലയാളം പറഞ്ഞ് നടക്കുന്നത് ഗുഡ്ക്കും കഴിച്ച് പാൻപാരകം കഴിച്ച് വിഡിത്തത്തിൽ ധൈര്യം ഇല്ലാണ്ട് ഒരു ഗ്രൂപ്പിൽ ചടഞ്ഞുകൂടി ചാവണവർ. അപ്പോൾ അങ്ങനെ ഒരു വെസ്റ്റ് ബംഗാളിൽ വരണ ഒരു വീട്ടിൽ തനിയന്മാരും ഒരു ഫേക്ക് പേരുള്ളവർ അങ്ങനെയായിട്ടൊരു ബന്ധമില്ലാണ്ട് വരുമ്പോൾ സുജിത് സോബൻ പോലെയുള്ള ഒരു വെസ്റ്റ് ബംഗാളിൽ ആക്സിഡൻ്റ് ആയിട്ട് പീസായിട്ട് ചാവണ രീതിയൊക്കെ വരും. നഴ്സിംഗ് മധ്യമാണ് അവിടെ ആലപ്പുഴയിൽ അവരുടെ അമ്മ ജനിച്ച അപ്പനോ ഹിന്ദിയാണ് എന്താണെങ്കിലും അവിടെ ഹിന്ദി ആയിട്ടൊരു ബന്ധമില്ല. ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഇന്ത്യ ഇതെല്ലാം ഇത് ഹിന്ദി പറയിപ്പിക്കണല്ലേ. അപ്പോൾ നിങ്ങൾ വേറൊരു വെഡിത്താണ് വെസ്റ്റ് ബംഗാളിനെ കുറിച്ച് കൃത്രിമമായ ഡയലോഗും വെഡ്ഡികളെ വിശ്വസിപ്പിക്കാനായിട്ട് നിങ്ങൾ സ്വയം വെഡ്ഡികളാണ്. വെസ്റ്റ് ബംഗാളായിട്ടൊരു ബന്ധമില്ല, ഈസ്റ്റ് ഇന്ത്യ ആയിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട സിനിമകളിൽ ഓരോരുത്തരെ പറയിപ്പിച്ച് പറഞ്ഞ ഡയലോഗും കയറ്റി വെച്ചിട്ട് ഓരോരുത്തരുടെ മോന്തെ അങ്ങോട്ട് അശ്ലീകരം ഇല്ലാണ്ടാക്കും. നിങ്ങളുടെ സ്വയമാണ് നിങ്ങളായിരുന്നു കുട്ടി വാങ്ങണം. 2029 വരെ സമയം തന്നുണ്ട്. ഇപ്പം നോക്കിയേ
ഇതുകൂടി പറയാം. 91 തൊട്ട് അതിന് മുമ്പ് 1987 തൊട്ടും അല്ലെങ്കിൽ 1988 തൊട്ടും അതിന് മുമ്പും ഒരു 2005 വരെ ഒന്നും ഇവിടെ ഹിന്ദിക്കാരൊന്നും അധികം ഇല്ല ഇവിടെ. ഹിന്ദിക്കാരധികം എന്നല്ല, അങ്ങനെ ഇല്ല. ഞാൻ ഗോവയിൽ നിന്ന് വരുമ്പോൾ ആ ഒരു ഹിന്ദി ഒന്നും അവിടെ പറയിപ്പിക്കില്ലല്ലോ. അവിടെ കൊങ്കണി, പോർച്ചുഗൽ, ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെ വെച്ച് ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഹിന്ദിക്കാരൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് പഴയ ഒരു മലയാളി, പഴയ ഒരു തരം, പഴയ കേരള അല്ലേ എന്താ പറയാ, ആ ടൈപ്പിൽ ഇവിടെ കിടക്കണേ. അപ്പോൾ ഞാൻ പുതുമയൊക്കെ കണ്ടുവരുമ്പോൾ പഴയ വൈറ്റ് മുണ്ടും ഷർട്ടും ആ കണ്ടറിയാം. നടക്കുമ്പോൾ പഴയ കാറുകൾ, പഴയ പുതിയതായിട്ടൊന്നും ഇല്ല ഇവിടെ. റേഡിയോ തന്നെ അങ്ങനെ തരം ചില വീട്ടിൽ റേഡിയോ, മിക്കവാറും എല്ലാ വീട്ടിലും റേഡിയോ മാത്രമേ ഉള്ളൂ, TV അധികമൊന്നും ഇല്ല. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ പുതുമയുടെ കണ്ടുവരണം, അവിടെ നിന്ന് മനസ്സിലാക്കി വരുന്ന രീതിയും ഇല്ല. അപ്പോൾ ഹിന്ദിയിൽ ചടഞ്ഞുകൂടിയിരിക്കണവരും ഇല്ല ഇവിടെ. ഹിന്ദിക്കാരധികം ഇല്ല. ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ അമേരിക്കയിൽ പോയി കഴിഞ്ഞിട്ടാണ് ഇവിടെ കുറേ ബിൽഡിങ്സൊക്കെ ഉയർന്ന സ്കൈ സ്ക്രേപ്പേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. 2006 തൊട്ടെന്ന് പറയാം. സ്കൈലൈൻ 2009, 2010 അത്. അപ്പോഴാണ് ഈ ഹിന്ദിക്കാരും പല മേഖലയിൽ നിന്നും ഇങ്ങനെ പണിയിപ്പിക്കാൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഹിന്ദിക്കാർ മാത്രമല്ല ഇവിടെ. ഇപ്പോൾ 2026 ആയില്ലേ. ഇപ്പോൾ ഹിന്ദിക്കാർ മൊത്തം നിറഞ്ഞ് ഇവിടെ മലയാളം പഠിച്ച് ഇവിടെ തന്നെ കൂടുന്നു തോന്നുന്നുണ്ട്. എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അപ്പോൾ അങ്ങനെ ഹിന്ദി പറയിപ്പിക്കണം. ഗോവ എന്ന് പറഞ്ഞാൽ ഹിന്ദി ആയിട്ട് വലിയ ബന്ധമില്ലാത്ത സ്ഥലമാണ്. വെച്ചാൽ സ്റ്റേറ്റ് 1987 ആയിട്ട്. അപ്പോൾ നിങ്ങളിലേക്ക് ബാക്കിയുള്ള നോർത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ പോലെയാണ്. ഇപ്പോഴും അങ്ങനെയാണ്. അവർ കൊങ്കണി ചെറുപ്പത്തിന് മുതൽ പഠിപ്പിക്കുന്നത് ഹിന്ദി അല്ല, കൊങ്കണി റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കണം. കൊങ്കണി എന്ന് പറഞ്ഞാൽ അതിൽ പോർച്ചുഗീസ് ഉണ്ട്, അതിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട്. അതിങ്ങനെ മിക്സ് ആയിട്ടുള്ള വാക്കുകൾ ഇങ്ങനെ എന്തോ അവർക്ക് പറഞ്ഞു കേട്ടാൽ അറിയാം. അവർ പറഞ്ഞ രീതി സുണക്കല്ല ചലാല അപ്പക്കൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ലാംഗ്വേജ് കൂടി തോന്നില്ല. അപ്പോൾ അത് കേട്ടവരാണ്. അപ്പോൾ ബ്രസീലിലും പോർച്ചുഗീസിലൊക്കെ കേൾക്കണ പറയുമ്പോൾ അവരുടെ ടൈപ്പുള്ള മ്യൂസിക്കും അതൊക്കെ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം എനിക്കിങ്ങനെ അങ്ങനെ എനിക്ക് സഞ്ചിയുടെ മണം മണക്കാണെന്നാണെങ്കിൽ പിന്നെ മമ്മീൻ്റെ അടി ഉൾപ്പുള്ളപ്പോൾ എനിക്ക് പറ്റില്ല. അവർ പോയി കഴിഞ്ഞിട്ട് ഒരു 65 വയസ്സ് വരെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ നല്ല ചൊടിയോടെ ഇൻടാക്റ്റ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഓടേണ്ട കാര്യങ്ങളും രാവിലെയും വൈകിട്ടും നല്ല വിഗറസ് എക്സസൈസ് ചെയ്യണതും ജിമ്മിലൊന്നും പോകേണ്ടത് നടക്കില്ല. ഞാൻ ഇപ്പോൾ പാടി കഴിഞ്ഞാൽ പാടാത്ത പോലെ ഞാൻ മൂളിക്കൊണ്ടിരിക്കണം. നമ്മൾ പെട്ടെന്ന് ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുനർസംഘം അങ്ങനെ നമ്മൾ മുമ്പുണ്ടാക്കാൻ എന്തായാലും മറന്നിരിക്കും. അത് ആ പടിയായി നമ്മൾ മനസ്സിലാക്കണ രീതിയെ വരുള്ളൂ, സ്റ്റേജ് ബൈ സ്റ്റേജ്. അപ്പോൾ ഇങ്ങനെ സന്ധി നടക്കണമെന്ന് വരാണ്. പിന്നെ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേറെ കപ്പ ബിരിയാണി ഉണ്ടാക്കണ കാര്യം ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും, കപ്പ ബിരിയാണി കപ്പയും ബീഫ് അത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്നില്ല. ആരില്ലാത്തപ്പോൾ പെട്ടെന്ന് വിളിച്ച് ഡിസ്കസ് ചെയ്യണ രീതിയുള്ളൂ. പക്ഷേ മുഖത്തിന് മാറില്ല, നിങ്ങൾ കാണുന്ന മുഖമില്ല എൻ്റെ ശരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് എൻ്റെ ബെനിഫിറ്റ് ആയിരിക്കാം. ഇപ്പോൾ കുറവുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു 65 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ഇൻടാക്റ്റ് ആയിരിക്കണ മുഖം ഇപ്പം എൻ്റെ ഡാഡി മമ്മിയൊക്കെ വയസ്സായിട്ട് ചുക്കിച്ചുളിഞ്ഞിരിക്കണ പോലെ ആവില്ല. കുറച്ചുകൂടി നല്ല ഇൻടാക്റ്റ് ചൊടിയോടെ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചിന്തിക്കണ രീതിയാണ്, പറയണ രീതി. നമുക്ക് അങ്ങനെ കുട്ടികളൊന്നും ഉണ്ടാവുമ്പോഴേ അങ്ങനെ എനിക്ക് അവൻ്റെ ആവശ്യമില്ലാത്ത രീതി. പിന്നെ നമുക്കങ്ങനെ വലിയ രീതിയിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള സെക്ഷൽ ഇതില്ല. സന്ധി മണക്കം അങ്ങനത്തെ ഉള്ള അങ്ങനെ വല്ല ആ ടൈപ്പിലില്ല. എന്താ വെച്ചാൽ പെട്ടെന്ന് മരിക്കും, പെട്ടെന്ന് ചാവും, അങ്ങനെയൊന്നും എനിക്ക് കണക്ക് കൂട്ടാം. ഇത് എവിടെ വരെ നിൽക്കും, ഇത് എവിടെ വരെ ജീവിക്കും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അത് അപ്പോഴേക്ക് ഈ ആദിവാസികളൊക്കെ ചാവാറായി കിടപ്പിലാവേണ്ട രീതി അതിൻ്റെ. ഇപ്പോൾ 10 വയസ്സുള്ളവരൊക്കെ അന്ന് 25 വർഷം കഴിയുമ്പോൾ 35 വയസ്സായതിൻ്റെ. ഇപ്പം എൻ്റെ ഡാഡി മമ്മി 25 വർഷം കൂട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇവിടുന്ന് 65 വയസ്സ് തൊട്ട് 75 വയസ്സ്, 75 വയസ്സ് തൊട്ട് 85, കൂടുതൽ 5 വർഷം 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അതിന് ചിലപ്പോൾ അതിൻ്റെ ഒരു വയസ്സ് മുമ്പ് മരിച്ചാലും ആ ഒരു സമയം വരെ നിൽക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജനിക്കുന്നത് 2 ഓഗസ്റ്റ് 88 ആണ്. 1988 ആണ്. 1990 1990 ഒരു 12 എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായില്ലെങ്കിൽ കുഴപ്പമില്ല. 12 എക്സ്ട്രാ ആയിട്ട് വന്നതാണ്. 12 അത് മെറ്റീരിയലിസ്റ്റിക് രീതിയിലുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ വരാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാലം ജീവിക്കും. വേറൊരു ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് അവരെൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിലും എനിക്കൊന്നും പറയാനില്ലെങ്കിലും അതുപോലെ തന്നെ പോകും. പക്ഷെ 12 എക്സ്ട്രാ ആയിട്ട് വന്നതാണ്. അത് എന്താ വെച്ചാൽ നടക്കും. ഇപ്പോൾ എനിക്കിങ്ങനെ സന്ധി നടക്കുന്നത് അങ്ങനത്തെ ഇഷ്ടമാണ്. വേറെ ഓവർലി സെക്ഷൽ ആയിട്ടൊന്നും എനിക്ക് തോന്നണല്ലേ. അപ്പോൾ അത് ഡാഡി മമ്മി ഉള്ളപ്പോൾ എനിക്ക് ഒരു ചളിപ്പ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ബാക്കിയുള്ളവർ ഇപ്പോഴത്തെ പിള്ളേർ തിരഞ്ഞെടുക്കുന്ന വേറെ ടൈപ്പിലാണ്. നമ്മൾ അത് കാര്യം സംസാരിക്കാനും ഇടയ്ക്ക് കാണാനും വെറുതെ, അല്ലാണ്ട് വീട്ടുകാരെ കാണിപ്പിക്കാൻ വേണ്ടിയല്ലല്ലോ. വീട്ടുകാർ കണ്ടാലും അത് കാണാത്ത രീതിയിലാക്കേണ്ട രീതിയിലാണ്.
അങ്ങനെ കറിഞ്ഞ് കാണിപ്പിക്കണ രീതിയിൽ വേണ്ട. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഡിഷസ് നമുക്ക് സ്വന്തമായിട്ട് എക്സസൈസ് ചെയ്ത് നമ്മുടെ ഫ്രുഗൽ ലിവിങ് എന്ന് പറഞ്ഞാൽ മിഥ്യാപേയം പാലിക്കേണ്ട സമയത്ത് നമ്മളെന്തെങ്കിലും അതിൽ എക്സസൈസ് എന്തെങ്കിലും ഒരു അരമണിക്കൂർ രാവിലെ, അരമണിക്കൂർ വൈകുന്നേരം. ഇപ്പോൾ കുറച്ച് നാൾ ലൈഫ് കഴിഞ്ഞ് അങ്ങനെ ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ തന്നെ ഞാൻ അത് ഒരാഴ്ചയിൽ ട്വിറ്റർ തൊടാനുള്ള ഇൻസ്റ്റാഗ്രാം 2 വർഷമായി തൊട്ടിട്ട്, 2.5 വർഷമായി ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ട്. അതുപോലെ ഫേസ്ബുക്കും അതുപോലത്തെ കാര്യങ്ങൾ, ഓൺലൈൻ ത്രെഡ്സ് ഞാൻ നോക്കിയില്ല എന്ന് വിചാരിച്ച ആഴ്ചകൾ തീർന്ന് വർഷമായി കഴിഞ്ഞാൽ ഒരു 2 വർഷത്തോടുള്ളിൽ ഞാനത് നോക്കിയില്ല, പിന്നെ അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കേണ്ട രീതി, സാധാ റെസിപ്പികൾ തിരഞ്ഞെടുക്കാനും, കപ്പ ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം അതിൻ്റെ ഒക്കെ മനസ്സിലാക്കി ചെയ്യാൻ. അത് ഷെയർ ചെയ്യുന്നത് നമ്മളെ പ്രൈവറ്റായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യണം. അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീഫ് ബ്രോത്ത്, ചിക്കൻ ബ്രോത്ത് ഉപയോഗിച്ചിട്ടുള്ള ഹെർബ്സ് വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റൂ, ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിനോട് കഴിക്കാനുള്ള സ്റ്റൂ, അല്ലെങ്കിൽ ബർഗറൊക്കെ 2 വർഷം ഞാൻ ട്രൈ ചെയ്യുള്ളൂ. അതുപോലത്തെ കുറേ കാര്യങ്ങളില്ലേ അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ അവരെ ബ്രെയിൻ വാഷ് ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നമ്മൾക്ക് പിന്നെ അത് കഴിഞ്ഞ് ഓരോ വേറെ ഇപ്പോൾ ഫ്രൂട്ട് ജ്യൂസ് കോംബോ ട്രൈ ചെയ്യണം. ഗ്രേപ്പും പൈനാപ്പിളും വാട്ടർ മെലണും പിന്നെ മാംഗോ, പപ്പായ അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തരം ക്രാൻബെറി ജ്യൂസും മാംഗോ ഒക്കെ ഉപയോഗിച്ച് മിക്സ് ജ്യൂസ് ഒരു 3 വലിയ ബോട്ടിൽ ഇപ്പോൾ കിട്ടും. ആ ബോട്ടലിൽ സ്റ്റോർ ചെയ്ത് കൂൾ ചെയ്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് ന്യൂട്രീഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഡാഡി മമ്മിയാണെങ്കിൽ ഇപ്പോൾ ഒരു 90 വയസ്സ് ജീവിക്കുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും. ഇപ്പോൾ ഞാനങ്ങനെ അത് അവർക്ക് 90 വയസ്സായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 65 വയസ്സായിട്ടുണ്ട്. ആ സമയത്ത് 70-80 കടന്ന് 90 അവർക്ക് 25 വർഷം കഴിഞ്ഞാൽ 65. ഞാൻ എപ്പോഴും ചൊടിയോടെ ഇരിക്കേണ്ടതെന്ന് പറയാം. ഒരു 110 വയസ്സ് വരെ അല്ലെങ്കിൽ 100 വയസ്സ് വരെ എങ്ങനെയെങ്കിലും വേറെ സ്ഥലത്ത് ഇപ്പം നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു 85-90 വയസ്സ് വരെ എൻ്റെ ഡാഡിക്ക് എനിക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 5 വർഷം ഞാൻ അവരെ നോക്കേണ്ടി വരുന്നുണ്ടെങ്കിലും, ഭക്ഷണം കൊടുത്തെന്തെങ്കിലും അവരുടെ ഡെയിലി നീഡ്സ് മീറ്റപ്പ് ചെയ്യണമെങ്കിലും, ഞാൻ ആ സമയത്ത് വേറെ സ്ഥലത്ത് ജീവിക്കണം. ഇവിടെ തന്നെ എനിക്ക് നോക്കാൻ പറ്റുമെങ്കിലും ഒരു 110-100 വയസ്സ് വരെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും ഇവിടെ വരെ ജീവിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ പറയണ രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പണ്ട് തൊട്ടുള്ള മുഖത്തിനനുസരിച്ച്. ഇപ്പം ഞാൻ എൻ്റെ പഴയ ആ മുഖം, പുതിയ മുഖം എന്നല്ല പറയണം, അല്ല പഴയവരുടെ പഴകിയ മുഖം അനുകരിക്കാനുള്ള അവിടെ ഇല്ലേ, ആ മുഖത്തിനെ അനുകരിച്ചാണ് എൻ്റെ ശബ്ദത്തിൻ്റെ ശൈലിയും അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം വരണ ശൈലിയും ആ ഒരു ഇതിനനുസരിച്ച് ആക്ഷൻ അനുസരിച്ചാണ് വരുന്നത്. നിങ്ങൾ വേറെ മുഖം ഇവിടെ കാണണതിന്, ഒളിഞ്ഞ് നോക്കണതിന്, അത് എൻ്റെ ബെനിഫിറ്റാവും. എൻ്റെ മുഖം മാറ്റി കാണിക്കണതിന് അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് വേറെ കാണണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്. അപ്പോൾ ആ മുഖം ഞാൻ വെച്ച് എൻ്റെ മ്യൂസിക് ടോണും അത് തിരിച്ച് കാശിന് പ്രതീക്ഷിക്കണമല്ലോ, അതും ചെയ്യുന്നതും ഇപ്പോൾ ജീവിക്കണ രീതി, അല്ലെങ്കിൽ വേറെ ഓവർലി സെക്ഷുവലില്ല, അല്ലെങ്കിൽ നല്ലൊരു മിഥ്യാവയം പാലിച്ച് ജീവിക്കുന്നതും പറയണ രീതിയും ചെയ്യണ രീതിയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എപ്പോൾ വരെ ജീവിക്കുന്ന കണക്ക് കൂട്ടാൻ പറ്റും. രാവിലെയും വൈകിട്ടും ഒരു വിഗറസ് എന്നല്ല, ഒരു ചൊടിയോടെ എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ ഒരു സമയം തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആ രീതിയിൽ പോകും. അപ്പോൾ ഞാൻ അപ്പോൾ ഈസ്റ്റ് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഒരു ബന്ധമില്ലാത്ത, ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഇന്ത്യ ആയിട്ട് ഞാൻ ഒന്നും പറയാനുള്ളത്. എന്താ വെച്ചാൽ ഈസ്റ്റ് ഇന്ത്യ നോർത്ത്, ഈസ്റ്റ് സൗത്ത് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. അപ്പോൾ നിങ്ങളത് തെറ്റിദ്ധരിപ്പിച്ച് വേറെ വെഡ്ഡികളാക്കാന്നല്ലാണ്ട് അതിൽ വേറെ ഒന്നും സംഭവിക്കാനില്ല, ചെയ്യാനില്ല. അപ്പോൾ യേശുവയുടെ കാലം ഞാൻ പറഞ്ഞില്ലേ, യേശുവയുടെ കാലത്ത് എന്തുണ്ടായിരുന്നു, അവർക്കൊന്നും ഇങ്ങനെ അവർ കുടിച്ച്, ഞാൻ പറഞ്ഞില്ലേ 25-12 കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ്. മൂമയും ഷിജീനും അവരുടെ ശരിക്കുള്ള പേര്, ഫേക്ക് പേരാണ് ഞങ്ങൾ ഉപയോഗിക്കണം. ചിടുങ്ങളെ നിരങ്ങിക്കിട്ട് കാര്യമുണ്ട്. അവർ കുടിച്ച് ഡ്രഗ് അടിച്ച് കുടുക്കും കഴിച്ച് നടക്കുന്നവരാണ്. അവർ പണ്ടേ ഏതോ വയസ്സകാലം തൊട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശരിക്കുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പറയിപ്പിച്ചിട്ട് മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതിനോട് ആരും പറയിപ്പിക്കണ്ട അവിടെ ഇല്ല. പറയിപ്പിച്ച് പറഞ്ഞവർ ജയിക്കുമോ? അപ്പോൾ അത് കുറേ കാര്യങ്ങളുണ്ട് യേശുവയുടെ കാലത്ത് പറയാം. യേശുവയുടെ കാലത്ത് ഒരു കാര്യങ്ങൾ എന്ത് ചെയ്താലും അതിൽ ഇപ്പോൾ അത് കോമഡി രീതിയിലാണ്. ഗോവയിലാണെങ്കിൽ അങ്ങനെ, പോർച്ചുഗീസിൻ്റെ അടുത്ത് ഇസ്രായേൽ അടുക്കുമ്പോഴും, ഇസ്രായേലും സ്പെയിൻ മെഡിറ്ററേനിയൻ സീയുടെ അങ്ങ് ഇസ്രായേൽ ഈ ഭാഗത്താണെങ്കിൽ വി ഷേപ്പിൽ, തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരം പോയാൽ മതി അപ്പോൾ സ്പെയിനും പോർച്ചുഗലിൻ്റെ അടുത്തെത്തി. സ്പെയിനും പോർച്ചുഗൽ അടുത്തടുത്ത് കിടക്കുന്നുണ്ട്. അത് ബ്രസീലിയാനും പോർച്ചുഗലും അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തവരും ആ രീതിയിലാണ് കിടക്കണത്. അപ്പോൾ
ഒരു രീതിയിലും ബന്ധമില്ലാത്ത പഴയ കേരളത്തെക്കുറിച്ച് ഗോവയിൽ നിന്ന് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു വരുന്നത്. അന്ന് കേരളത്തിൽ ഒന്നുമില്ലാന്ന് വിചാരിച്ചോ, പഴയ ഏതോ ഒരു പ്രാചീനമായ സ്ഥലം. അന്ന് അധികം ഫോറിനേഴ്സ് വരെ കേരളത്തിലധികം വരൽ കുറവാണ്. അപ്പോൾ മനസ്സിലാക്കാം. പിന്നെ പറയാനുള്ളത് യേശുവയുടെ കാര്യത്തിൽ അന്ന് അവർ ഒരു ആക്ടിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെ അമ്മേനെ കൊണ്ട് തന്നെ കുരിശിനർപ്പിച്ച് അത് വേദന മാറ്റാനുള്ള തുണി അവർ മമ്മിഫൈ ചെയ്യും, ഈജിപ്ഷ്യൻ്റെ പോലെ മമ്മിഫൈ ചെയ്തിട്ട് ഇഞ്ചുറിക്ക് ശമനം കിട്ടാൻ വേണ്ടി അങ്ങനത്തെ ഒരു മരുന്ന് ലേപം തേച്ചിട്ടാന്ന് തോന്നുന്നു അവിടെ തുണികളുമേ, എന്നിട്ടാണ് കെട്ടി വയ്ക്കുന്നത്. ശവമാണെങ്കിൽ ബോഡിയാണ് ഏതാണെങ്കിലും. അപ്പോൾ അടി കെട്ടി തല വെട്ടി അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ തിക്തരാക്കിയിട്ട് അടിച്ചേൽപ്പിച്ച് ഇങ്ങനെ ചെയ്യണം. ആ മുറിവും എല്ലാം കൂടെ ഉണങ്ങാൻ ചുറ്റി കെട്ടി 3 ദിവസം അത് കുറച്ചൊരു ഇതായിണ്ടാവും. പക്ഷേ കുറച്ചൊരു മുറിവൊക്കെ ഉണങ്ങിയ ഒരു ടൈപ്പ് ഇതായിണ്ടാവും. ഉണങ്ങിയെന്നല്ല, പെട്ടെന്ന് മുറിവ് ഉണങ്ങണം. ചിലപ്പോൾ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും ഇലകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് പെട്ടെന്ന്. അപ്പോൾ അവർ ഈശ്വരൻ ഇതെൻ്റെ മുറിവ് ആണിപ്പാടുള്ള കൈ കാണിച്ചത്. അപ്പോൾ അവർ അതിനു വേണ്ടി ഭൂതത്തെ കണ്ടു എന്നൊക്കെ പറയിപ്പിക്കുന്നതാണ്, മനസ്സിലായത്. എന്ന് വെച്ചാൽ അടിച്ചേൽപ്പിച്ച് അങ്ങനെ മരിക്കണം എന്നില്ല എന്ന്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, മരവിച്ച ശരീരം, മരവിച്ച നെഞ്ചെടുപ്പ്, ബുദ്ധി വെച്ചാൽ വരണ രീതി പുനരുത്ഥാനം എന്ന് പറയുന്നത് അത് സാക്രിഫൈസ് ചെയ്യിപ്പിച്ചു എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ്. ഇസ്ഹാക്കിന് പകരം കരയണ്ട, ഈ മെച്യൂരിറ്റി ലെവലെത്തുമ്പോൾ കാട്ടിക്കൂട്ടലായിരിക്കാം. ഉറങ്ങണ ബാലിക ഇത് ഉറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഒരു 3 കാട്ടിക്കൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷടപടയെന്ന് പറഞ്ഞാൽ എല്ലാം കാണിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2090 ഒരു 25 വർഷം ഷടപടയെന്ന് പോകുന്നു. ഇപ്പോൾ തന്നെ ഒരു പെട്ടെന്ന് സമയം പോകുന്നത് അറിയില്ല, 2 ദിവസം സമയം പോകുന്നത് പെട്ടെന്ന് തന്നെ അറിയില്ല, അതുപോലെ പെട്ടെന്ന് പോകും. അതിൻ്റെ ഉള്ളിൽ ഒരു സൂപ്പർ എർത്ത് കണ്ടുപിടിക്കണ രീതിയൊക്കെ വരും. അപ്പോൾ വരും. അത് കഴിഞ്ഞ് ഈ ഇതില്ലേ, യേശുവയുടെ വേൾഡ് മൊത്തം കൊറോണ വന്നില്ല, അതുപോലെ ടൈപ്പ് യേശുവയുടെ അന്ന് മാലാഖമാരെന്ന് പറഞ്ഞാൽ മനുഷ്യരാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ടോംബ് എന്തുകൊണ്ട് കുഴിച്ചിടണ രീതിയുണ്ട്, ടോംബിൽ വെക്കാം. ടോംബ് തുറന്നിരിക്കുകയല്ലേ, നല്ല വിസ്താരമുള്ള സ്ഥലമാണ്, ഉള്ളിൽ ഗുഹ പോലെ, റൂം പോലെ. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ശവത്തിനെ കൊണ്ട് വെച്ചാണ്. അപ്പോൾ പുറത്തെ സോൾജേഴ്സ് ആരും കൊണ്ടുപോകാതിരിക്കാനൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വിടുന്നതും റോമൻ സോൾജേഴ്സിന്. അപ്പോൾ റോമൻസിന് വലിയ കാര്യമായിട്ട് അറിയില്ല ബൈബിളിനെ കുറിച്ച്. ഇപ്പോഴും അതിനെ തുടരണം, ഇപ്പോഴും അതന്നെ. 2000 വർഷം പറഞ്ഞ് മനസ്സിലായില്ലേ. ഇപ്പോൾ 2000 വർഷം പെട്ടെന്ന് പോയി. ഇപ്പോഴും അതന്നെ, റോമൻസിന് ബൈബിളിനെ കുറിച്ച് അറിയില്ല. ഇപ്പോഴും ആ റോമൻ കാത്തലിക്, സിറിയൻ കാത്തലിക്കും ജാക്കോബൈറ്റും ഇപ്പം അധിനിവേശം ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ഇപ്പോഴും ബൈബിള് തൊഴാണ്ടിരിക്കുകയാണ്. അതിലാണ് കോമഡി രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് കിട്ടേണ്ട. അത് കിട്ടാനുള്ളത് കിട്ടുന്നു. അങ്ങനെയുള്ളവർക്ക് അന്ന് നിങ്ങൾ അപ്പോഴും പറഞ്ഞ് 20-25 വർഷം പെട്ടെന്ന് പോകുമെങ്കിൽ 2000 വർഷം 100 വർഷം പെട്ടെന്ന് പോയിണ്ടാവും. 25 വർഷം 100 കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ടോ. 1000 വർഷം ആവാനും പെട്ടെന്ന് എടുത്തുണ്ടാവില്ല. 1000 അടുത്ത 1000 വർഷം ആവാനും പെട്ടെന്ന് സമയം പോയി. ഒരു 20 സെഞ്ചുറി പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരണം. അപ്പോൾ ഒരിക്കലും വിചാരിക്കേണ്ട അന്ന് ഈ മരുന്ന് ലേപം പറ്റിയ തുണി ഒരിടത്ത് പെട്ടെന്ന് ബോധം വന്നെന്ന് വെച്ചാൽ ബോധം കെട്ടുപോയിന്ന് പറയും. തലമ അടിയേറ്റ്, മറ്റേത് മടിയേറ്റ്, എല്ലാத்தைയും അടികയറ്റി മുറിവ് ആ തുണിയുമേ മരുന്ന് ലേപം വെച്ചിട്ടായിരിക്കാം ചുറ്റി കെട്ടിരിക്കുന്നത്. ആ കണ്ട മനസ്സിലാവും. ഇലകളും അതിൻ്റെ പിഴിഞ്ഞ ഹേർബ്സും അതൊക്കെ നനഞ്ഞ് കെട്ടിയതായിരിക്കണം. അതുകൊണ്ടാണ് ഹീലാവണ രീതി വരാണത്. എന്നിട്ട് അങ്ങനെ ഇപ്പം ഏഞ്ചൽസ് എന്ന് പറയുന്ന മനുഷ്യർ തന്നെയാണ്. അവരുടെ ഇവന് ഉയർത്തു, പിന്നെ ഒരു തരം കൊടുക്കാറ്റ് ഇവന് ഉയർത്തെഴുന്നേറ്റു, പേടിക്കണ്ടെന്ന് പറഞ്ഞ് ടോമിനെ കല്ലറ മാറ്റി അത് പുറത്തേക്ക് എടുത്താണത് എർത്ത് വേക്ക് വന്നത്. അത് ആ രീതിയിൽ തന്നെ വന്നതാണ്. അല്ലാണ്ട് ഇവിടെ സൂപ്പർ നാച്ചുറലിന് പലരും വിശ്വസിക്കും. പക്ഷെ സൂപ്പർ നാച്ചുറലായിട്ട് അധികം സാധാ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സാധാ രീതിയിൽ സംസാരിച്ചാൽ നമുക്ക് അധികം പറ്റുള്ളത് അധികം സംസാരിക്കാമെന്ന്. അല്ലാണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് ഏതെങ്കിലും മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും ഇത് പറയുമോ? റോമൻ കാത്തലിക്സ് അന്ന് 2000 വർഷം മുമ്പ് അവർ ബൈബിൾ തൊട്ടിട്ടില്ല. 2000 വർഷം കഴിഞ്ഞിട്ട് ബൈബിള് അധികം അറിയില്ല. അതാണ് ഇപ്പോഴും ബൈബിൾ വായിക്കാണ്ട് ഒരു പ്ലേറ്റ്, ബർണാമ്പര പ്ലേറ്റ് നമ്മൾ ഷോക്കേസിൽ വെക്കില്ലേ കാണാനായിട്ട്, ആ രീതിയിൽ ബൈബിൾ കൊണ്ട് ഷോക്കേസിൽ വെച്ചൊക്കെയാണ്. ആരും തുറന്ന് വായിക്കണമില്ല, ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ജസ്റ്റ് ഒരു പാതിരിയുടെ ആവശ്യമില്ല. പാതിരി പറയുമ്പോൾ ഒരു വാക്യം എടുത്ത് വായിക്കും. ഇപ്പോൾ ജാക്കോബൈറ്റ്, സിറിയൻ കാത്തലിക്, മലങ്കര, സീറോ ആയ മലബാർ, എല്ലാ മലബാറും സീറോകളാണ് ഇപ്പോൾ. എന്നിട്ട് ഇങ്ങനെയുള്ളവർ ബൈബിൾ വായിക്കാണ്ട് ആവശ്യമില്ലാത്തത്
ചെയ്ത് ആവശ്യമുള്ള പോലെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. ധൈര്യമില്ലാത്തവരുടെ പരിപാടിയാണത്. ധൈര്യമുള്ളവരത് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കി അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് കറക്റ്റായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് വന്നേക്കണം. എന്നിട്ട് യേശുവിടെ വന്നിട്ട് ശിഷ്യന്മാർ എന്താ വെച്ചാൽ ശിഷ്യന്മാരെന്തിനാണ് ഒളിച്ചിരിക്കണേ റൂമിൽ? ആ ബൈബിളിൽ കുറച്ച് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. എന്തിനാ ഒളിച്ചിരിക്കണേ? അവരെ ഈ യേശുവിനെ ഇതാക്കിയവർ ഒറ്റി യേശുവിൻ്റെ ഒരു ചെറുപ്പത്തുള്ളൊരു മുഖമായിരിക്കില്ല വലുതാകുമ്പോൾ. അപ്പോൾ ആ മുഖം മാറി ഒറ്റ കൊടുത്തൊരു യൂദാസ് തൂങ്ങി മരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 30 വെള്ളി നാണയം. അപ്പോൾ അതിൽ ദിനാറ്. അപ്പോൾ അതിൽ കഴിഞ്ഞ് അവർ വിചാരിക്കുന്നുണ്ട് ഇനി ശിഷ്യന്മാർ ഇവർ ഓരോരുത്തരായിട്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ടാണ് അവർ റൂമിൽ ഒളിച്ചിരിക്കുന്നത്. ഒരു റൂമിൽ 12 പേരായാലും ആരായാലും ഡിസ്കസ് ചെയ്ത് ആരും അറിയാണ്ട് ഒരു റൂമിൽ. പിന്നെ അത് കഴിഞ്ഞ് ഉയർത്തി വന്നു എന്ന് പറയുമ്പോൾ വന്നു ഓൾറെഡി ശരി. എന്നിട്ട് ആരും പിന്നെ അതിനൊക്കെ നോക്കാൻ പാടില്ല. അവരവിടെ തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വേറെ സ്ഥലത്ത് ഷിപ്പ് കയറി പോവുക എന്തെങ്കിലും ഉണ്ടായിട്ടോ, അങ്ങനെ തന്നെ ഉണ്ടായിക്കണേ. അപ്പോൾ അവർക്ക് അങ്ങനെ അറിയണമെന്നില്ല ഇവർ ഇന്ന ആളാണ് ഈ ആളാണെന്നൊന്നും ആർക്കറിയാം. ഇത്ര 2000 ഇസ്രായേൽ തൊട്ട് ഇപ്പോൾ രാജസ്ഥാൻ വരെ ഇവിടുന്ന് തൃശ്ശൂർ തൊട്ട് 2388 കിലോമീറ്റർ ഉണ്ടെന്നേ. അവിടുന്ന് പാകിസ്ഥാൻ ഓർഡറിൽ നിൽക്കണ രാജസ്ഥാനിൽ നിന്ന് ഇസ്രായേൽ വരെ അടുത്തൊരു 3000 കിലോമീറ്റർ ഉണ്ടോ. അപ്പോൾ 3000 പ്ലസ് 2000 6000 കിലോമീറ്റർ അങ്ങനെ ഉണ്ടോ. അപ്പോൾ അന്ന് ആരറിയാനാണ് ഇവിടെ കുറേ അന്ന് ഫസ്റ്റ് സെഞ്ച്വറിയിൽ പല യഹൂദിയർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഞാൻ പറഞ്ഞു ഇപ്പോൾ യഹൂദിയർ നിങ്ങളെന്തിനാ അവരെ ഓടിപ്പിക്കാൻ പോയി? യഹൂദിയർ യുദ്ധം ചെയ്യാനൊന്നുമില്ല. ബ്രിട്ടീഷുകാരെ പോലെ അവരൊക്കെ മറ്റേ ജയിലിലിട്ട് പീഡിപ്പിക്കാനൊന്നും പോയിട്ടില്ല. പോർച്ചുഗീസുകാരങ്ങനെ ചെയ്തിട്ടില്ല. പോർച്ചുഗീസ് അവിടെ കോളനി ഉണ്ടാക്കി അവരുടെ ജീൻസ് അവരുടെ അവർ അവിടെ തന്നെ തങ്ങി കല്യാണം കഴിച്ച് അവരുടെ ലാംഗ്വേജ് അവിടെ തന്നെ ഗോവയിൽ. അതുപോലെ യഹൂദിയർ വന്നത്. യഹൂദിയർ ആരെയും കൊല്ലാനും യുദ്ധം ചെയ്യാനൊന്നും വന്നില്ല. ബ്രിട്ടീഷുകാർ ഓടിപ്പിച്ച പോലെ ഇവർ ഓടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ബ്രിട്ടീഷുകാർ അവർ വേറെ മുസ്ലിംസ് കൊല്ലും വിചാരിച്ചിട്ടാണോ എന്താണോ നാട്ടിൽ നിന്ന് ഓടിപ്പിച്ചത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് ഗാന്ധിജി അവർ സോപ്പിട്ട് ഓടിപ്പിച്ച പോലെയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ ഇവിടെ എല്ലാവരും നോർത്ത് ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും സൗത്തും ആൻഡമാനിലും എല്ലാവരും കൂടി അടിച്ച് പരിക്കേൽപ്പിച്ച് ജയിലിലാക്കി കുറേ പേരെ പീഡിപ്പിച്ച് കൊല്ലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ യഹൂദിയർ അങ്ങനെയല്ല വെച്ചാൽ യഹൂദിയർ അവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോർട്ട് കൊച്ചി തൃശ്ശൂർ കണ്ണൂരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരായിട്ട് മിങ്കിൾ ചെയ്ത് സ്പൈസ് ട്രേഡ് ചെയ്ത് നന്നായിട്ട് വർത്താനം പറഞ്ഞ് അവരുടെ കൂടെ കല്യാണം കഴിച്ച് കുറേ വെളുത്തു ഉയരത്തിലുള്ള കുട്ടികളുണ്ടാക്കി. അങ്ങനെ 2-3 വരെയല്ലേ സെഞ്ചുറി കുറേ 100, 200, 300 മില്യൺസോളം ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ജീൻസും വെളുത്ത ശരീരവും. ഇപ്പോൾ എഡ്വിൻ എന്ന് പറഞ്ഞാണ് ഷാജിയുടെ മുഖനാട്ടിൽ ഒരു വിളറിയ മുഖം ഉയരത്തിൽ. അപ്പോൾ 6 അടി പൊക്കമുള്ളവരും 6-5-8 പൊക്കമുള്ളവരും വെള്ളറി ഒരു കണ്ണൊക്കെ ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണവരുടെ യഹൂദിയരുടെ ജീൻസാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ ഇങ്ങനെ കറുത്ത് പഴയ ആദിവാസികൾ അതായിരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ പിന്നെ മലയാളം പറഞ്ഞ് ശീലിച്ച് ഇവിടെ വന്നു. അവർ യുദ്ധം ചെയ്യാനൊന്നും വന്നില്ല. അപ്പോൾ അവർ ഓടിപ്പിക്കേണ്ട ഒന്നൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരോട് താങ്ക്ഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ അവർ കാരണം കുറേ കാലമാറ്റവും വേറെ ഈ പുരോഗമനങ്ങൾ നടക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പലരും യഹൂദിയർ ഉള്ളവർ പലരും കുറേ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് യേശുവിടെ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയുക. നമ്മൾ ക്ഷമിക്കണ സ്നേഹം അങ്ങനെ പറയണം. എന്നിട്ട് ആ സാക്രിഫൈസിന് ആടിനെ സാക്രിഫൈസ് ചെയ്യണ പകരം ആടിനെയും പിന്നെ ഗ്രെയിൻ ബ്ലഡ് സാക്രിഫൈസ് ചെയ്യണ പകരം ഇത് കഴിഞ്ഞു. അത് ഇനി റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പാതിരികളുടെ ആവശ്യം ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട എന്നുള്ളതാണ്, ചെയ്യണം എന്നല്ല. അപ്പോൾ അന്നത്തെ പഴയ നിയമം പോയി ബൈബിളിൽ എഴുതി വെച്ച് കാണാം പാതിരി അതൊക്കെയല്ലേ പറയണേ, വേറെ ഒന്നും പറയണല്ലോ. യഹൂദിയർ നിർത്തി 1700 വർഷം മുമ്പ് യഹൂദിയർ പാടി നിർത്തി, പള്ളി പോക്ക് നിർത്തി. അവർക്ക് പള്ളി അവിടെ ഭംഗിക്ക് വേണ്ടി അവിടെ വെച്ചൊക്കെയാണ്. അവരുടെ ഗോൾഡ് ഇത് വെച്ചിട്ട് യെറുശലേം പള്ളി ഉണ്ടല്ലോ, അത് യഹൂദിയർ പുറത്താണ്. യഹൂദിയ ക്രിസ്ത്യാനികൾ പെന്തക്കോസ്ത് പലരും റോമൻ കാത്തലിക്സിന് അഡ്വൈസ് ചെയ്യണല്ലോ. പക്ഷെ അങ്ങനെ പറയണല്ലേ കറക്റ്റ് തുപ്പായിരിക്കും അവരെ നോക്കുമ്പോൾ സിസ്റ്റേഴ്സിന്. ഈ പുറമോടിയൊന്നും ആവശ്യമില്ല, പുറമോടുള്ള കന്യാസ്ത്രീകളും പാതിരികളുടെ ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിലാണ് പോയി. അപ്പോൾ ഈ പറയണത് മനസ്സിലാവണല്ലേ. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഹൂദിയർ പാതിരി അവർക്ക് പണ്ട് തൊട്ട് പല പാതിരികളും കുറേ പള്ളിയിലത്തെ അച്ഛന്മാരും പലരും ഉണ്ട് അവർക്ക്. അതൊക്കെ 1700 വർഷം മൊത്തം നിർത്തി വെച്ചു. എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇസഹാക്കിന് പകരം ഒരാൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കാര്യം ഇവിടെ വന്ന യഹൂദിയർ, ഇവിടെ കേരളത്തിൽ വന്ന ഫസ്റ്റ് സെഞ്ച്വറി തൊട്ടും അതിനു മുമ്പ് തൊട്ട് വന്ന യഹൂദിയരൊക്കെ ക്രിസ്ത്യാനികളായി മാറി. തോമസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ അവർക്കറിയാം ഇങ്ങനെ ഇസാക്കിന് പകരം സാക്രിഫൈസ് ചെയ്തു ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കും.
ഇന്നത്തെ ഇവിടെ കേരളത്തിലുള്ള യഹൂദിയർ കുറേ പേര് ക്രിസ്ത്യാനികളായവരുണ്ട്. അങ്ങനെ ജനറേഷൻ മാറി മാറി കുറേ പേര് മില്യൺസ് ക്രിസ്ത്യൻസും അവരിൽ നിന്നും യഹൂദിയരുടെയും കോനിക്കാട് വീട്ടുപേര് അങ്ങനെ കുറേ പേര് മാറി, അങ്ങനെ വീട്ടുപേര് മാറി കുറേ പേര് അങ്ങനെ ജീൻസ് മാറി വെളുത്ത് ഉയരത്തിലുള്ളവരും പലരും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ വെളുത്ത് ഉയരത്തുനിന്ന് വെളുത്ത് ഉയരം കുറഞ്ഞവർ വരാം, വെളുത്ത ഉയരം കുറഞ്ഞവരും ചിലപ്പോൾ വെളുത്ത് ഉയരത്തിലുള്ളവർ, അങ്ങനെ കണ്ണും വ്യത്യാസമുള്ളവരൊക്കെ വരാം. അങ്ങനെ മാറി മാറി വരുന്നതാണ്. ഇപ്പോൾ കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നതും അങ്ങനെയുള്ളവരെ കണ്ട് 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 ഇപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് ആരായാലും ജർമ്മനിയിൽ നിന്ന് വന്നവർ, പോർച്ചുഗലിൽ നിന്ന് വന്നവർ, അല്ലെങ്കിൽ സ്പെയിനിൽ നിന്ന് വരുന്നവരൊക്കെ ഈ ഭാഗത്തേക്ക് വന്നവർ അന്ന് ഇവിടുത്തെ കാലങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞത്. മനസ്സിലായത് യഹൂദിയർ ഇവിടെ കുറേ ജീൻസിൻ്റെ ജീൻസ് വേറെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതൊന്നും നമ്മൾ ആരും പറയണല്ലേ. നമ്മൾ ഹിസ്റ്ററിയിൽ പരിശോധിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴാണ് കാണുള്ളത്. ഗൂഗിൾ സെർച്ച് ചെയ്യണം യഹൂദിയർ ഇവിടെ എന്തെങ്കിലും ചെയ്തു അപ്പോഴേ പറയുന്നുണ്ടാവുള്ളൂ. ജൂയിഷ് ഇവിടെ വന്ന് കുറേ പേര് ഇൻ്റർ മാരേജ് നടത്തിയിട്ടുണ്ട്, കുറേ പേര് മില്യൺസ് 1-2-3 കുറേ പേര് മാറി മാറി തൃശ്ശൂർ ഭാഗത്ത്, ഫോർട്ട് കൊച്ചി ഭാഗത്ത്, കണ്ണൂർ ഭാഗത്ത് കുറേ പേര് സ്പൈസ് ട്രേഡിങ്ങിന് വന്നിട്ട് യുദ്ധത്തിന് വന്നതൊന്നുമല്ല. കുറേ പേര് അങ്ങോട്ട് മലയാളികളും കല്യാണം കഴിച്ച നസ്രാണികളും അങ്ങനെ പലരും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചിലർ നസ്രാണികൾ സൗത്തിലേക്ക് പോകും, ചിലർ അവിടേക്ക് ജോലിക്ക് പോകും, ബാംഗ്ലൂർ സൈഡിലേക്ക്. അവരവിടെ ജമീന്ദാരുടെ ഇടയിൽ പറയും ഇവർ ഇഷ്ടപ്പെടും, ഹിന്ദുസിനെ ഇഷ്ടപ്പെടും, അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നീ ഇവിടെ ഹിന്ദുവായി മാറണമെന്ന് പറയണവരാണ് പലരും. ഐശ്വര്യയുടെ തന്തയുടെ മോതം കണ്ടിട്ടില്ലേ, ആ മകൾക്കുള്ളവർ ഹിന്ദുസായി മാറുകയാണിത്. അതാണ് മെറ്റീരിയലിസ്റ്റിക് തോൽക്കാൻ പിടിച്ച മോതകൾ. അതുകൊണ്ട് മുസ്ലിംസ് ആരും എന്തായാലും ക്രിസ്ത്യാനികളാകാൻ പോകണല്ലേ. അപ്പം നിങ്ങൾ ഈ ഷിജീനും മോഹൻലാലും മെറ്റീരിയലിസ്റ്റിക് ഇതിന് വേണ്ടി ഇതാടണവർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. അപ്പം അങ്ങനെയുള്ളവരാണ് വന്നത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഷിപ്പ് കയറി ട്രാവൽ ചെയ്തവരാവും തോമസ് പുനർത്ത യഹൂദിയർ ഫസ്റ്റ് സെഞ്ചുറി തൊട്ടും 20th സെഞ്ചുറി വരെ, അല്ലെങ്കിൽ 15th സെഞ്ചുറി വരെ, അല്ലെങ്കിൽ 17th 19th സെഞ്ചുറി വരെ. അപ്പോൾ അങ്ങനെയുള്ളവർ പലരും ഉണ്ട് ഇവിടെ. ചിലർക്ക് ഉയരം കുറഞ്ഞ ശരീരം ഉണ്ടാവും. ഇപ്പോൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സക്കേവൂസിനെ കുറിച്ച് പറയണല്ലേ. യഹൂദിയർ ചിലർ വെളുത്തിട്ട് ഉയരം കുറഞ്ഞവരുണ്ടോ. അപ്പോൾ നമ്മൾ ഉയരം കുറഞ്ഞവരാന്ന് വിചാരിക്കുമ്പോൾ തനി കേരളയായിട്ടാന്ന് വിചാരിക്കണ്ട. ചിലർക്ക് കറുപ്പും വെളുപ്പും മിക്സായിട്ട് വേറെ രീതിയിൽ കിട്ടും. അപ്പോൾ അങ്ങനെ യഹൂദിയർ പല മാറ്റങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, ഈ മിഡിൽ ഏരിയ. അന്ന് ഇങ്ങനെ ബിൽഡിംഗ് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും. സീ ഷോർ സൈഡും ഫോർട്ട് കൊച്ചിയും അങ്ങനെ കണ്ണൂരും അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ അന്നത്തെ വണ്ടികളൊക്കെ എങ്ങനെയാണെന്നറിയോ, ബുള്ളോക്കാട്ട്, കുതിരവണ്ടി, അങ്ങനെ പലതും ഉണ്ടാവും അവിടെ. അതൊന്നും ഇപ്പം ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അന്ന് ബ്രിട്ടീഷുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് 15th സെഞ്ചുറി 16th സെഞ്ചുറി കഴിഞ്ഞിട്ട് ഇവിടെ വണ്ടികളും പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത്. അത് ഇസ്രായേൽക്കാർ ഇംഗ്ലീഷ് സംസാരിക്കണല്ലേ. അപ്പോൾ ഇംഗ്ലീഷോ ബ്ലീഷോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ. പോർച്ചുഗീസുകാരും അവിടെ ഇംഗ്ലീഷ് സംസാരിക്കണല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ 52-50 മാർക്ക് കിട്ടുന്നത്. ഇവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ഞാൻ നോക്കുമ്പോൾ 82 92 മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് വെറും 52. ഞാനല്ല ഇമേജസ്ഫിലൊക്കെ വലിയ കാര്യത്തിൽ പോയട്രിയൊക്കെ നോക്കാറുണ്ട്. ഇംഗ്ലീഷിൽ വലിയ വലിയ ബുക്സും പോയട്രിയും നോവലൊക്കെ. പക്ഷെ എനിക്ക് കിട്ടണ മാർക്ക് ഈ 52-50 മാർക്കാണ്. അവർ മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണോ അത് അവർ എന്നിട്ട് ഞാൻ മര്യാദയൊക്കെ എക്സാം എഴുതാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോന്നൊക്കെ നിങ്ങൾ ചെയ്യണേനും എന്ന് പറഞ്ഞാലേ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ഞാൻ പണ്ട് വിചാരിച്ചിരുന്നു ഏഷ്യയിലൊന്നല്ല എന്ന്. ആസിയ എന്ന് പറയാം. പണ്ടുള്ള ഒരു ഇസ്രായേൽക്കാരും ബാക്കിയുള്ളവരും എങ്ങനെ പറയാം, ആസിയ എന്ന് പറയാം. ഏഷ്യ എന്നല്ല, ആസിയ എന്ന് പറയുമ്പോൾ ഈ പണ്ട് നമ്മൾ വിചാരിക്കും അപ്പോൾ ഇസ്രായേൽ ഏഷ്യയിൽ തന്നെയാണ്, ഇപ്പോഴത്തെ ഏഷ്യയിൽ തന്നെയാണ്. ഇംഗ്ലീഷുകാരാണ് ഏഷ്യ എന്നാക്കിയത്. അപ്പോൾ ആസിയയിൽ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇസ്രായേൽ മെഡിറ്ററേനിയൻ ഏരിയ, ഗൾഫ് കൺട്രിയൊക്കെ ഏഷ്യയിലാണല്ലോ. ആഫ്രിക്കയുടെയും യൂറോപ്പ്, സ്പെയിൻ, പോർച്ചുഗൽ, മെഡിറ്ററേനിയൻ സീ, ഇസ്രായേൽ വി ഷേപ്പിലിരിക്കണം. അപ്പോൾ ഈ നെഗേവ് ഡെസേർട്ടും സീനായ് ഡെസേർട്ടും സീനായ് മരുഭൂമിയും ജോർദാൻ നദിയൊക്കെ അടുക്കുന്നത് നമ്മൾ വിചാരിക്കും അത് ആഫ്രിക്കയുടെ അടുത്ത, നൈജീരിയ, ആഫ്രിക്ക, യൂറോപ്പിൻ്റെ മിഡിലായിട്ട് കിടക്കണേ. അപ്പോൾ അത് ഏഷ്യയിലല്ല എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ, പോർച്ചുഗൽ സറൗണ്ട് ചെയ്ത് ഈ മെഡിറ്ററേനിയൻ കൺട്രീസും ഗൾഫ് കൺട്രീസും സറൗണ്ട് ചെയ്തിരിക്കണം വിചാരിക്കും. നമ്മൾക്ക് അത് ഏഷ്യയിലല്ല വേറെ ഏതോ അങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇസ്രായേൽ ഏഷ്യയിൽ തന്നെയാണ്, ഏഷ്യയിലാണ്. അപ്പോൾ ഏഷ്യയുടെ നല്ല ക്വാളിറ്റി ആയിട്ട് ഇരിക്കണ്ടോ. ഇപ്പോൾ ഇസ്രായേൽ വി ഷേപ്പാണ്, ഇന്ത്യയിൽ വി ഷേപ്പ്. ഞാൻ പണ്ടൊക്കെ വിചാരിച്ചു ഇസ്രായേൽ വേറെ ഏതോ അങ്ങനെ ഞാൻ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ വിചാരിച്ചു. പക്ഷേ ഇത് ഏഷ്യയിൽ തന്നെയാണ് കിടക്കണം ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം.
പിന്നെ ശ്വാസം നിലച്ചോ മറ്റേത് നിലച്ചോ ഹാർട്ട് ബീറ്റ് നിലച്ചോ അത് മരവിച്ചിരിക്കണ്ടാവും കുറേ അടിയേൽപ്പിച്ചതല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മറിയം മാതാവിൻ്റെ അവരുടെ മേത്ത് കടത്തിയിട്ട് മരിച്ചു എൻ്റെ മോൻ മരിച്ചു എന്ന് അവരുടെ ലാംഗ്വേജ് പറഞ്ഞ് നിക്കോദമസ് യോസഫിൻ്റെ പണക്കാരനായ ടോമ്പിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ തന്നെ മനസ്സിലാവും അത് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഉയർക്കും. എന്താണെന്ന് വെച്ചാൽ അത് മരവിച്ചിരിക്കുകയാണ് ഹാർട്ട് ഇങ്ങനെ അടിയേറ്റ് അത് തനിയെ വന്നിട്ടുണ്ടോ. അപ്പോൾ അതിൽ പിന്നെ പെന്തക്കോസ്തിൽ ആ സമയത്ത് കൂട്ടം നിറഞ്ഞ് പ്രാർത്ഥിച്ചു. പണ്ട് തൊട്ട് യഹൂദിയരും അവിടെ ഫസ്റ്റ് സെഞ്ചുറി കേരളത്തിൽ അവിടെയൊക്കെ വരണവർ ഇവിടെ വന്ന് ഷിപ്പിൽ കയറി വരണവർ അവർക്കറിയാം കുറേ യാത്ര ചെയ്യണവരല്ല അവർ ഷിപ്പിൽ എന്നുവെച്ചാൽ അവിടെ വേറെ വണ്ടികളൊന്നുമില്ല, റോഡും കൂടും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ അങ്ങനെ പോണത് ഒരു അവർക്ക് ലാംഗ്വേജിൻ്റെ വ്യത്യാസം വരുന്നത് അവർക്ക് തനിയെ പഠിക്കുന്നതാണ്. ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് സെഞ്ചുറിക്ക് മുമ്പ് നമ്മൾ വിചാരിക്കും ബൈബിൾ വയ്ക്കുമ്പോൾ ഫസ്റ്റ് സെഞ്ചുറിക്ക് മുമ്പ് ഇവിടെ ആരും ഇല്ലയെന്ന്. യഹൂദിയരൊക്കെ ഫസ്റ്റ് സെഞ്ചുറിക്ക് മുമ്പ് ഇവിടെ സ്പൈസ് ട്രേഡിങ്ങിന് പലരും വരുന്നുണ്ട്, പഴയ ഡ്രസ്സുകളിട്ട് പണ്ടത്തെ ഡ്രസ്സുകളിട്ട്. അതൊന്നും നമ്മളറിയണമല്ലോ. നമ്മൾ വിചാരിക്കുക ബൈബിൾ എവിടെയോ എഴുതിച്ചെന്നൊക്കെയാണ് വിചാരിച്ചിട്ട് നമ്മളിപ്പോഴും ഇരിക്കണം. 1000 വർഷം അത് കഴിഞ്ഞിട്ടുള്ള 1000 വർഷം 2000 വർഷം പെട്ടെന്ന് പോയി. ഇപ്പോഴും റോമൻസ് സിറിയൻ കാത്തലിക്കും ജാക്കോബൈറ്റുകളും ബൈബിള് തൊഴാണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ബൈബിളിലത്തെ പാതിരികളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് ആവശ്യമുള്ള പോലെ അവർ പറയുന്നത് കേട്ട് ഒരു വാക്യം വായിക്കും, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ട അവർ. അതല്ല ശരിക്കുള്ളതെന്ന് പറഞ്ഞ് മനസ്സിലാവില്ല, ഫുള്ളായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കാര്യങ്ങളങ്ങനെ. അതാ പറയണേ ഈ ഉമ്മൻ ഷിജീനും അങ്ങനെയുള്ളവരുടെ മോഹൻലാലും വൃത്തിയായിട്ട പേരുകളാണ്. അവർക്ക് പേര് പറയുന്നതിന് ഇഷ്ടമില്ല എനിക്ക്. എത്ര പേര് കൂട്ടി വാങ്ങണവരാണ്. അവരുടെ കൂടെ കുടിച്ചിട്ട് അകടിച്ചിരിക്കാനും 12 വയസ്സ് തൊട്ട് 80 വയസ്സ് വരെ എടുക്കണം. 12 വയസ്സ് തൊട്ട് കുടിച്ചിട്ട് അകടിച്ചിറക്കും ഇങ്ങനെ പറഞ്ഞിരിക്കാനും അങ്ങനെ കുറേ പേരുണ്ട്. അവർക്കിതൊന്നും അറിയില്ല. ഖുറാൻ വായിച്ച് നടക്കണവരും അമർ ചിത്രകഥ വായിച്ച് അവരുടെ കഥാപാത്രങ്ങളെ ആരാധിക്കണവർക്ക് ഇതൊന്നും അറിയില്ല. ബൈബിള് തനാക്കും താൽമുടും പറയുന്ന അവർക്ക് അറിയില്ല. അവർക്ക് അറിഞ്ഞിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്, അറിയാണ്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. എന്ന് പറയുന്നത് അല്ലത്. ഇത് അറ്റൻറ്റീവായിട്ട് അലേർട്ടായിട്ട് അസേർട്ടീവായിട്ട് പറയണം. ഇത് വളരെ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റും, വളരെ വ്യത്യാസം. ഈ ഭക്ഷണത്തരം മാത്രം പറയണ വീട്ടിലത്തെ അനിയന്മാരെ കുറിച്ച് പറയാതിരിക്കുക. വീട്ടിലത്തെ അനിയന്മാരെങ്ങനെയാണ് കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നവർ 7ാമത് 3ാമത് 2ാമത് ജനിച്ചവരൊക്കെ. ഇത് 2 ഭാഗത്തും ആണുങ്ങളുടെ വീട്ടിലും പെണ്ണുങ്ങളുടെ വീട്ടിലും മൂത്തത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. 11 എന്നുള്ള ഇതല്ലേ 2 ടോളായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉയരം കുറവാണ്. വീട്ടിലത്തെ അനിയന്മാരായിട്ട് ജനിച്ചതല്ല 3ാമത് 4ാമത് 7ാമതും അതല്ല. മൂത്തതെന്ന് പറഞ്ഞാൽ മൂത്തത് തന്നെ കടിഞ്ഞൂല് ആദ്യം